എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും രാവിലെയിലേക്ക് സ്വാഗതം. അങ്ങനെ ഈ വർഷത്തെ ഓണമൊക്കെ കഴിഞ്ഞ് നമ്മൾ എല്ലാവരും തിരക്കുകളിലേക്ക് മടങ്ങാനുള്ള സമയമായിരിക്കുകയാണ്. സമയം നമ്മൾ ഏറ്റവും അധികം ആഗ്രഹിക്കുന്നതും എന്നാൽ ഏറ്റവും മോശമായി ഉപയോഗിക്കുന്നതുമായ ഒന്നാണ് സമയം. ജീവിതത്തിൽ എല്ലാ കാര്യങ്ങൾക്കും നമ്മൾക്ക് സമയത്തെയാണ് ആശ്രയിക്കുന്നത്. നമ്മുടെ സ്വപ്നങ്ങൾ നേടാനും ലക്ഷ്യങ്ങൾ പൂർത്തിയാക്കാനും നമുക്ക് സമയം ആവശ്യമാണ്. അതുകൊണ്ടാണ് നമ്മൾ എപ്പോഴും സമയം വേണമെന്ന് ആഗ്രഹിക്കുന്നത്. പക്ഷേ നമ്മുടെ ആഗ്രഹങ്ങൾ നിറവേറ്റാൻ വേണ്ടി സമയം കിട്ടുമ്പോൾ നമ്മൾ അത് പാഴാക്കി കളയാറുണ്ട്. സമയത്തെ ശരിയായ രീതിയിൽ ഉപയോഗിക്കുന്നവർക്ക് മാത്രമാണ് കൂടുതൽ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കുന്നത് എന്ന ഓർമ്മപ്പെടുത്തലോടെ ഇന്നത്തെ ദിവസഫലത്തിലേക്ക് കടക്കാം. ഇന്ന് ചിങ്ങമാസം 23-ാം തീയതിയാണ്. ഈ ദിവസം ജ്യോതിഷവശാൽ നിങ്ങൾക്ക് എങ്ങനെയെന്നറിയാം. ഡോക്ടർ അനിത കുമാരി തയ്യാറാക്കിയ ദിവസഫലം കാണാം ജ്യോതിഷ ദർശനത്തിലൂടെ. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് തിങ്കളാഴ്ച എല്ലാവർക്കും നല്ല ഐശ്വര്യമായിരിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ചന്ദ്രൻ്റെ ആധിപത്യമുള്ള ദിവസമാണ്. ചന്ദ്രഹോരയിലാണ് ദിവസം തുടങ്ങുന്നത്. ഇന്ന് എല്ലാവർക്കും നല്ല ദിവസം, തിങ്കളാഴ്ച ഒരു നല്ല ദിവസമായിട്ടാണ് കണക്കാക്കുന്നത്. ഇന്ന് ശിവന്, മഹാദേവന്, ശ്രീപാർവതിക്കും പ്രാധാന്യമുള്ള ദിവസമാണ്. വിശ്വാസമുള്ളവർ ശിവക്ഷേത്രത്തിൽ ദർശനം നടത്താം, തിങ്കളാഴ്ച വ്രതമനുഷ്ഠിക്കാം. അങ്ങനെ ചന്ദ്രൻ്റെ പ്രാധാന്യമുള്ള ദിവസമാണ്. ഇന്ന് എല്ലാവർക്കും മാനസികോല്ലാസം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ ഫലം നോക്കാം. മേടരാശിക്കാരുടെ ഫലമാണ് ആദ്യം നോക്കുന്നത്. മേടരാശിയിൽ വരുന്ന നക്ഷത്രങ്ങളാണ് അശ്വതി, ഭരണി, കാർത്തിക, കാല്. ഈ നക്ഷത്രക്കാർക്ക് അല്ലെങ്കിൽ ഈ കൂറുകാർക്ക് ഇന്നത്തെ ദിവസം ഗുണദോഷ സമ്മിശ്രമാണ്. ചില ആശാഭംഗങ്ങളൊക്കെ നേരിടാൻ സാധ്യതയുണ്ട്. പെട്ടെന്നുള്ള ദീർഘയാത്രയ്ക്ക് സാധ്യതയുണ്ട്. സാമ്പത്തികമായി വരുമാനം കുറയുന്ന ഒരു ദിവസമായിരിക്കും ഇന്ന്. കുട്ടികളെക്കുറിച്ച് വലിയ ഒരു ഉത്കണ്ഠയോ ആകാംക്ഷയോ ഒക്കെ ഉണ്ടാകാനായിട്ട് സാധ്യതയുണ്ട്. അതെല്ലാം വൈകുന്നേരത്തോടുകൂടി ശമിക്കുന്നതാണ്. എന്നാൽ സാമ്പത്തികമായ പ്രശ്നത്തിലുള്ള പിരിമുറുക്കം തുടരുന്നു. പ്രതീക്ഷിച്ച രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് പോകാത്തതിലുള്ള മാനസിക സംഘർഷങ്ങളുണ്ടാകും. അടുത്തതായി നമുക്ക് ഇടവക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. ഇടവക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് കാർത്തിക, മുക്കാല്, രോഹിണി, മകയിരത്തര. ഈ കൂറുകാർക്ക് ഗുണദോഷ സമ്മിശ്രമായ ഒരു ദിവസമായിരിക്കും ഇന്ന്. ഗുണാധിക്യമാണ് കാണുന്നത്. ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തീർക്കാൻ സാധിക്കുന്ന ഒരു ദിവസമായിരിക്കും. എന്നാൽ ജോലിഭാരം കൂടുതലായിരിക്കും. സാമ്പത്തികമായി മെച്ചപ്പെട്ട ഒരു ദിവസമാണ്. ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ നടക്കാൻ സാധ്യതയുണ്ട്. മുടങ്ങിക്കിടക്കുന്ന പല കാര്യങ്ങൾക്കും തീരുമാനമുണ്ടാകുന്ന ഒരു ദിവസമായിരിക്കും ഇന്ന്. പ്രത്യേകിച്ച് വിവാഹാദി കാര്യങ്ങൾ, സാമ്പത്തിക കാര്യങ്ങൾ, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ഒരുപാട് മനസ്സമാധാനം ലഭിക്കുന്ന ദിവസമാണ്. കുട്ടികളെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾക്കും സന്തോഷമാണ്. പങ്കാളിക്കുണ്ടായിരിക്കുന്ന അസുഖങ്ങൾക്കൊക്കെ ശമനം ഉണ്ടാകുന്നതായി കാണുന്നു. പ്രത്യേകിച്ച് രോഗാതി ദുരിതങ്ങൾ അനുഭവിക്കുന്ന വ്യക്തികൾക്കാണ് കൂടുതൽ ആശ്വാസം കാണുന്നത്. ആശ്വാസകരമായ ചികിത്സ എല്ലാം ലഭിക്കുന്നതാണ്. ദൂരയാത്രയ്ക്ക് പോകാൻ ഒരുങ്ങുന്നവർക്കും അനുകൂലമായൊരു ദിവസമായിരിക്കും. തീർത്ഥയാത്രയ്ക്ക് പോകാൻ സാധ്യതയുണ്ട്. അടുത്തതായി നമുക്ക് മിഥുനക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. വളരെ നാളുകളായി ഉണ്ടായിരുന്ന ചില അസുഖങ്ങൾ മൂലം കഷ്ടപ്പെടുന്നവർക്ക് ആശ്വാസം കിട്ടുന്ന ഒരു ദിവസമായിരിക്കും ഇന്ന്. അതേപോലെ സന്താനങ്ങളെ കൊണ്ട് വളരെ സന്തോഷം അനുഭവിക്കുന്ന ഒരു ദിവസമാണ്. മിഥുനക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് മകയിരത്തര, തിരുവാതിര, പുണർദം, മുക്കാല്. വളരെ സന്തോഷത്തോടു കൂടി ചെയ്യേണ്ട കാര്യങ്ങൾ വന്നു ചേരും. എല്ലാവരും അംഗീകരിക്കുന്ന ഒരു ദിവസമാണ് ഇന്ന്. എല്ലാവർക്കും നിങ്ങളുടെ സാന്നിധ്യം സമാധാനം പകരുന്ന ഒരു ദിവസമായിരിക്കും. എന്നാൽ ശാരീരിക ക്ഷീണം അനുഭവപ്പെട്ടേക്കാം. ഉച്ചയോടുകൂടി അതിന് ശമനം ഉണ്ടാകുന്നു. എല്ലാം ഉത്സാഹത്തോടു കൂടി ചെയ്യാനുള്ള ഒരു നല്ല സമയമാണ് ഇന്നത്തെ ദിവസം. അടുത്തതായി നമുക്ക് കർക്കിടക കൂറുകാരുടെ ഫലം പരിശോധിക്കാം. കർക്കിടക കൂറുകാർ വരുന്ന നക്ഷത്രങ്ങളാണ് പുണർദങ്കാല്, പൂയം, ആയില്യം. ഈ കൂറുകാർക്ക് ഇന്നത്തെ ദിവസം ഗുണദോഷ സമ്മിശ്രമാണ്. ദോഷാധിക്യം കാണുന്നു. വീഴ്ച, ഒടിവ്, ചതവ്, മുറിവ് ഒക്കെ ഉണ്ടാവുകയോ കുടുംബാംഗങ്ങളിൽ ചിലർക്ക് അസുഖങ്ങൾ ബാധിക്കുകയോ ഒക്കെ ചെയ്യാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നല്ലവണ്ണം ഈശ്വര പ്രാർത്ഥനയോട് കൂടി വേണം ഇന്നത്തെ ദിവസം തുടങ്ങാൻ. ഇന്നത്തെ ദിവസം തുടങ്ങിയിട്ടേ ഉള്ളൂ. അതുകൊണ്ട് ഇനിയും ഈശ്വര പ്രാർത്ഥനയ്ക്ക് അവസരമുണ്ട്. മടിയും ക്ഷീണവുമൊക്കെ കളഞ്ഞ് ഈശ്വര പ്രാർത്ഥനയിൽ ഏർപ്പെടുക. സാമ്പത്തികമായി ചില പ്രതീക്ഷകൾ കൈവരുന്നൊരു ദിവസമായിരിക്കും. സാമ്പത്തികമായി നഷ്ടം വരാനും സാധ്യതയുണ്ട്. വളരെ ശ്രദ്ധയോടുകൂടി മുമ്പോട്ട് പോകേണ്ട ഒരു ദിവസമായിരിക്കും. ഇന്ന് കടം കൊടുക്കാനോ കടം വാങ്ങാനോ പറ്റിയ ഒരു ദിവസമല്ല. എല്ലാവിധ കാര്യങ്ങൾക്കും ഇത് ബാധകമാണ്.
എല്ലാ വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്കും ഈ അനുഭവങ്ങൾ കൈവരാവുന്നതാണ്. ഈശ്വര പ്രാർത്ഥന അനിവാര്യമാണ്. ഈശ്വര പ്രാർത്ഥനയോടുകൂടി മുമ്പോട്ട് പോവുക. അടുത്തതായി നമുക്ക് ചിങ്ങക്കൂറുകാരുടെ ഇന്നത്തെ ദിവസം എങ്ങനെയൊന്ന് നോക്കാം. ചിങ്ങക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് മകം, പൂരം, ഉത്രം, കാല്. ഈ നക്ഷത്രക്കാർക്ക് ഗുണദോഷ സമ്മിശ്രമായ ദിവസമായിരിക്കും. സബോർഡിനേറ്റ്സുമായിട്ടോ അല്ലെങ്കിൽ കീഴുദ്യോഗസ്ഥന്മാരായിട്ടോ അല്ലെങ്കിൽ സേവകരുമായിട്ടോ ഒക്കെ വഴക്കിടാനുള്ള ഒരു സാഹചര്യമുള്ള ഒരു ദിവസമാണ്. അവരെല്ലാം വളരെ ആലസ്യത്തിലാണ് എന്ന് നമുക്ക് തോന്നുകയും നമ്മൾ അവരോട് കോപിക്കുകയും ചെയ്യും. വരുമാനം കുറഞ്ഞ ദിവസമായിരിക്കുമെന്ന്. വരുമാനം അതേപോലെ ചിലവ് കൂടിയ ദിവസമായിരിക്കും. കച്ചവടക്കാർക്കാണെങ്കിൽ ഇന്ന് പർച്ചേസ് നടത്തുന്ന അല്ലെങ്കിൽ സാധനങ്ങൾ സ്റ്റോക്ക് എടുക്കുന്ന ദിവസമായിരിക്കും. ഇന്ന് അതിനുവേണ്ടി ഒരുപാട് പണം ചിലവാക്കേണ്ടി വരും. സാരമില്ല, വരും ദിവസങ്ങളിൽ നല്ലതായിരിക്കുമെന്ന് പ്രതീക്ഷയോടുകൂടി സമാധാനത്തോടുകൂടി ഇരിക്കുക. സന്താനങ്ങളെക്കുറിച്ച് ശാന്തതയാണ് കാണുന്നത്. രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് തികച്ചും പ്രതികൂലമായൊരു ദിവസമായിരിക്കുമെന്ന്. അതേപോലെ തന്നെ യൂണിഫോം ഇട്ട ജോലികൾ ചെയ്യുന്നവർക്കും പ്രതികൂലമായ ദിവസമായിരിക്കും. കലാ കായിക രംഗങ്ങളിൽ പ്രവർത്തിക്കുന്നവർക്ക് അനുകൂലമായൊരു ദിവസമാണ് ഇന്ന്. അടുത്തതായി നമുക്ക് കന്നിക്കൂറിലെ ഫലം നോക്കാം. ഉത്തരം, മുക്കാല്, അത്തം, ചിത്തിരാര. ഈ കൂറുകാർക്ക് ഇന്നത്തെ ദിവസം വളരെ അനുകൂലമായി കാണുന്നു. ഒരുപാട് കാര്യങ്ങൾ നടക്കാൻ സാധ്യതയുണ്ട്. എന്നാൽ മുട്ട, കാല്, കണങ്കാല് എന്നിവിടങ്ങളിൽ ചില പ്രശ്നങ്ങൾ, വേദനയോ ഒടിവോ ചതവോ ഒക്കെ മുറിവോ ഒക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. സാധ്യത മാത്രമാണ്. വളരെ സൂക്ഷിച്ചാൽ അത് ഒഴിവാക്കാവുന്നതാണ്. പുതിയ ഗ്രഹത്തിലേക്ക് മാറി അവിടെ ശാന്തതയും സമാധാനവും കൈവരിക്കുന്ന ഒരു ദിവസമായിരിക്കും. എന്നാൽ മാനസികമായി ദുർബലരായിരിക്കുന്നവർക്ക് വളരെയധികം ഡിപ്രഷൻ കൂടുന്ന ഒരു ദിവസമായിരിക്കുമെന്ന്. ഉദ്ദേശിച്ച കാര്യങ്ങളൊന്നും നടക്കുന്നില്ല എന്നൊരു തെറ്റായ ധാരണ വന്നു കൂടിയിട്ട് മനക്ലേശം വർദ്ധിക്കാൻ സാധ്യതയുണ്ട്. എന്നാൽ അങ്ങനെയല്ല. ഇന്ന് അവർക്ക് വൈകുന്നേരത്തോടു കൂടി കാര്യങ്ങളൊക്കെ അനുകൂലമായി വരുന്നതാണ്. സന്താനങ്ങൾക്ക് വേണ്ടി മാറ്റിവെച്ചിട്ടുള്ള സമയം അവർക്ക് കൊടുക്കുക. അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. പലപ്പോഴും നമ്മുടെ സമൂഹത്തിൽ ഇപ്പോൾ കുടുംബത്തിലാരും പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നില്ല, പരസ്പരം ആശയവിനിമയം നടത്തുന്നില്ല. എല്ലാവരും അവരവരുടെ ലോകത്തിലേക്ക് ചുരുങ്ങിക്കൂടി വൃഥ ഏതെങ്കിലും വിനോദങ്ങളിലേർപ്പെട്ട് വീട്ടുകാരെ ശ്രദ്ധിക്കാതെ ഇരിക്കുകയും, എല്ലാ ജീവികൾക്കും ശ്രദ്ധ അത്യാവശ്യമാണ്. അതുകൊണ്ട് എല്ലാവരെയും ശ്രദ്ധിക്കുക. എല്ലാവരുടെ കാര്യങ്ങളും പരസ്പരം പറയുകയും നോക്കുകയൊക്കെ ചെയ്താൽ പല സംഘർഷങ്ങളും ഒഴിവാക്കാവുന്നതാണ്. പൊതുവെ ഈ വാരം ഗുണദോഷ സമ്മിശ്രമായി കാണുന്നു. അടുത്തതായി നമുക്ക് തുലാക്കൂറുകാരുടെ ഫലം നോക്കാം. തുലാക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് ചിത്തിരാര, ചോതി, വിശാഖ, മുക്കാല്. തുലാക്കൂറുകാർക്ക് ഗുണദോഷ സമ്മിശ്രമായ ഒരു ദിവസമായിരിക്കുമെന്ന്. പ്രതീക്ഷിച്ച പല കാര്യങ്ങളും നടക്കുന്നതാണ്. ദൈവാധീനം കൊണ്ട് നേടേണ്ട പല കാര്യങ്ങളും നേടാൻ സാധിക്കും. ഇന്ന് നിങ്ങൾക്ക് ക്ഷേത്ര ദർശനത്തിനും മറ്റുമുള്ള അവസരങ്ങൾ ലഭിക്കുന്നതാണ്. അപ്രതീക്ഷിതമായ ചില സന്തോഷ നിമിഷങ്ങൾ, ഇഷ്ടപ്പെട്ട ആഹാരമൊക്കെ കഴിക്കാനായിട്ട് സാധിക്കുന്നതാണ്. എന്നാൽ ബിസിനസ് ചെയ്യുന്നവർക്കും തൊഴിൽ ചെയ്യുന്നവർക്കും സാമ്പത്തികമായിട്ട് ചില ക്ലേശങ്ങൾ അനുഭവിക്കുന്നതായിട്ട് കാണുന്നു. ഗ്രഹ അന്തരീക്ഷം ശാന്തമായിരിക്കും. എന്നാൽ പ്രായമേറിയ മാതാപിതാക്കൾക്കൊന്നും അത്ര നല്ല സമയമായിരിക്കുകയില്ല ഇന്ന്. അടുത്തതായി നമുക്ക് വൃശ്ചികക്കൂറുകാരുടെ ഫലം നോക്കാം. വൃശ്ചികക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് വിശാഖം, കാല്, അനിഴം, തൃക്കേട്ട. ഈ കൂറുകാർക്ക് ഗുണദോഷ സമ്മിശ്രമാണ് ഫലമെങ്കിലും ചില പ്രത്യേക സാഹചര്യം, ചില രോഗാദി ദുരിതങ്ങൾ അലട്ടുകയും പങ്കാളിയുമായി കലഹം ഉണ്ടാവുകയും ചെയ്യാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ആത്മസംയമനം പാലിക്കുക. അസുഖങ്ങൾ വരുന്ന രീതിയിൽ നമ്മൾ തന്നെ സ്വയം വരുത്തി വയ്ക്കുന്ന അസുഖങ്ങളൊന്നും ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കണം. ആ സാഹചര്യങ്ങൾ ഒഴിവാക്കുക. അതൊഴിച്ചാൽ വേറെ പ്രശ്നങ്ങളൊന്നും കാണുന്നില്ല. സാമ്പത്തികമായി വലിയ ബുദ്ധിമുട്ടുകൾ കാണുന്നില്ല. സന്താനങ്ങളെ കൊണ്ട് സന്തോഷം തന്നെയാണ് കാണുന്നത്. മാതാപിതാക്കളെക്കുറിച്ചും സഹോദരങ്ങളെക്കുറിച്ചുമൊക്കെ കുറച്ച് ടെൻഷനുള്ള ഒരു ദിവസമായിരിക്കുമെന്ന്. അതേപോലെ സുഹൃത്തുക്കൾ ചിലർ നമുക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു ദിവസമാണ്. അവരുടെ ചില ഇടപെടൽ മൂലം നമുക്ക് മനക്ലേശങ്ങൾ ഉണ്ടാക്കുന്ന ഒരു ദിവസമാണ്. അതുകൊണ്ട് കഴിവതും ഇന്ന് സുഹൃത്തുക്കളുമായുള്ള സമ്പർക്കം കുറയ്ക്കുന്നത് നന്നായിരിക്കും. കലഹങ്ങൾ ഒഴിവാക്കാൻ അത് ഉപകരിക്കും. കേസുകളും വഴക്കുകളുമൊക്കെ ഇടപെട്ടിരിക്കുന്നവർക്ക് പ്രതികൂലമായൊരു ദിവസമായിരിക്കും ഇന്ന്. അടുത്തതായി നമുക്ക് ധനുക്കൂറിലെ നക്ഷത്രങ്ങൾ പരിശോധിക്കാം. ധനുക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് മൂലം, പൂരാടം, ഉത്രാടം, കാല്. ഈ കൂറുകാർക്ക്
താരതമ്യേന വളരെ നല്ലൊരു ദിവസമായിരിക്കും. സാമ്പത്തികമായി മെച്ചപ്പെട്ട ദിവസമായിരിക്കും. എന്നാൽ കുടുംബത്തിൽ മാതാപിതാക്കൾക്ക് കുറച്ച് പ്രയാസങ്ങളുള്ള ഒരു ദിവസമായിരിക്കും. അവരുടെ ആരോഗ്യത്തിനോ ആയുസ്സിനോ ഒക്കെ ഹാനി വരാൻ സാധ്യതയുള്ള ദിവസമാണ്. അസുഖമുള്ള ആൾക്കാർ വളരെ ശ്രദ്ധിക്കേണ്ട ദിവസമാണ്. ഉദര രോഗം കൂടുതലാകാൻ സാധ്യതയുണ്ട്. സ്ട്രെസ്സ് കൂടാൻ സാധ്യതയുണ്ട്. സാമ്പത്തികമായി ബുദ്ധിമുട്ട് ഇല്ല എന്നതൊഴിച്ചാൽ ബാക്കി എല്ലാ കാര്യത്തിലും ചില തടസ്സങ്ങൾ നേരിടുന്നതായി കാണുന്നു. കടുത്ത ഈശ്വര പ്രാർത്ഥന, കഠിനമായ തപസ്യ പോലുള്ള ഈശ്വര പ്രാർത്ഥന ഇന്നത്തെ ദിവസം ആവശ്യമാണ്. അവരവരുടെ വിശ്വാസമനുസരിച്ച് അവരവരുടെ ആചാരമനുസരിച്ച് പ്രാർത്ഥിക്കുക. നല്ല പ്രാർത്ഥന എല്ലാ പ്രശ്നങ്ങളെയും ഒഴിവാക്കി തരുന്നതാണ്. പ്രാർത്ഥനയാണ് ഏറ്റവും നല്ല മരുന്ന്. അടുത്തതായി നമുക്ക് മകരക്കൂറുകാരുടെ ഇന്നത്തെ ഫലം നോക്കാം. മകരക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് ഉത്രാടമുക്കാല്, തിരുവോണം, അവിട്ടത്തര. ഈ കൂറുകാർക്ക് ഗുണദോഷ സമ്മിശ്രമായ ഒരു ദിവസമായിരിക്കും ഇന്ന്. ബന്ധുമിത്രാദികൾ വളരെ നല്ല രീതിയിൽ ഇടപെടുന്ന ഒരു ദിവസമാണ്. എങ്കിലും വൈകുന്നേരത്തോടുകൂടി കുട്ടികളുമായി കലഹത്തിലേർപ്പെടാനും മനസ്സ് കലുഷിതമാകാനുമൊക്കെ സാധ്യത കാണുന്നു. കുടുംബാംഗങ്ങളുടെ ആരോഗ്യ പ്രശ്നങ്ങൾ മൂലം മനം നൊന്തുപോകാൻ സാധ്യതയുണ്ട്. അതേപോലെ ആഹാരാദി കാര്യങ്ങൾ വളരെ ശ്രദ്ധിക്കുക. ഉദരരോഗത്തിന് സാധ്യതയുണ്ട്. എന്നാൽ സാമ്പത്തികമായി ഉണ്ടായിരുന്ന ബുദ്ധിമുട്ടുകളൊക്കെ ഒന്ന് മാറിക്കിട്ടും. സാമ്പത്തികമായി നില മെച്ചപ്പെടുന്നതായിട്ട് കാണുന്നുണ്ട്. കടങ്ങളെല്ലാം ഉള്ളവർക്ക് ഇന്ന് അതിന് ഒരു പരിഹാരം കണ്ടെത്താനായിട്ട് സാധിക്കും. മറ്റുള്ളവരോട് ഉള്ള കടപ്പാടുകൾ പൂർത്തിയാക്കാൻ പറ്റിയൊരു ദിവസമാണ്. എന്തായാലും ഈശ്വരാധീനം വളരെ അധികം വേണ്ട ഒരു ദിവസമാണ്. കലാകായിക രംഗത്ത് ഇടപെടുന്ന എല്ലാവർക്കും നല്ല ദിവസമായിരിക്കും. അതേപോലെ തന്നെ ഔദ്യോഗിക രംഗത്ത് ഇടപെടുന്നവർക്കും രാഷ്ട്രീയ സാമൂഹ്യ തലങ്ങളിൽ ഇടപെടുന്നവർക്കും അനുകൂലമായ ചില കാര്യങ്ങൾ വന്നു ചേരാം. അടുത്തതായി നമുക്ക് കുംഭക്കൂറുകാരുടെ ഇന്നത്തെ ദിവസം പരിശോധിക്കാം. അവിട്ടത്തരയും ചതയവും പൂരുട്ടാതി മുക്കാലും വന്നു ചേരുന്ന കുംഭക്കൂറുകാർക്ക് വളരെ ഗുണകരമായൊരു ദിവസമായിരിക്കും ഇന്ന്. എന്നാൽ ഏഴര ശനിയുടെ ചില ബുദ്ധിമുട്ടുകൾ കൊണ്ട് സാമ്പത്തികമായ ചില നഷ്ടങ്ങൾ വരാൻ സാധ്യതയുണ്ട്. ഊഹക്കച്ചവടക്കാർക്ക് ഇന്നത്തെ ദിവസം വളരെ അനുകൂലമല്ല. അതേപോലെ ഈ ബാങ്കുകൾ, പ്രൈവറ്റ് ബാങ്കുകൾ, അവിടെയൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് വളരെ നഷ്ടമുണ്ടാകുന്ന ഒരു ദിവസമായിരിക്കും. അതുപോലെ ബിസിനസ്സിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റാതെ മറ്റ് ചില കാര്യങ്ങളിലേക്ക് നമ്മൾ ഡീവിയേറ്റ് ചെയ്ത് പോയതുകൊണ്ട് അവിടെയും നഷ്ടം വരാനായിട്ട് സാധ്യതയുണ്ട്. എന്നാൽ കുടുംബാന്തരീക്ഷം വളരെ ശാന്തമായിരിക്കും. സന്താനങ്ങളെ കൊണ്ട് സമാധാനം ഉണ്ടായിരിക്കും. യാത്രയ്ക്ക് ഒരുങ്ങുന്നവർക്ക് നല്ല ദിവസമാണ്. ദൂരയാത്രയ്ക്ക് പോകാൻ താല്പര്യപ്പെടുന്നവർക്കും അനുകൂലമായൊരു ദിവസമായിരിക്കും. ചിലവ് കൂടിയൊരു ദിവസമായിരിക്കും. അടുത്തതായി നമുക്ക് മീനരാശിക്കാരുടെ ഫലം നോക്കാം. മീനക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് പൂരിട്ടാതികാല്, ഉത്രട്ടാതി, രേവതി. മീനക്കൂറുകാർക്ക് ഇന്ന് ഗുണദോഷ സമ്മിശ്രമായൊരു ദിവസമായിരിക്കും. എല്ലാ തരത്തിലും അംഗീകാരം ലഭിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തികളാണെങ്കിൽ കൂടിയും ചില വിപരീതമായ അഭിപ്രായങ്ങൾ മൂലം മനസ്സൊന്ന് കലങ്ങാൻ സാധ്യതയുണ്ട്. കുടുംബത്തിൽ ചില കലഹങ്ങളൊക്കെ പങ്കാളിയുമായി ഉണ്ടാകാൻ സാധ്യതയുണ്ട്. സന്താനങ്ങളെക്കുറിച്ച് ചില ആകാംക്ഷകളൊക്കെ വന്നു ചേരാൻ സാധ്യതയുണ്ട്. ദീർഘയാത്രയ്ക്ക് ഒരുങ്ങുന്നവർക്ക് പ്രതികൂലമായ ദിവസമാണ്. കടം കൊടുക്കുകയോ വാങ്ങുകയോ ചെയ്യുന്നത് വളരെ സൂക്ഷിച്ചു വേണം. ഇന്നത്തെ ദിവസം അതിന് പറ്റിയ ദിവസമല്ല. സാമ്പത്തികമായ കാര്യങ്ങളിൽ കുറച്ചുകൂടി ഒരു നിയന്ത്രണം ആവശ്യമാണ്. പർച്ചേസുകൾ നടത്തുന്നിടത്ത് കബളിപ്പിക്കപ്പെടാനൊക്കെ സാധ്യതയുണ്ട്. വാഹനങ്ങൾക്ക് ചെറിയ റിപ്പയറോ മറ്റോ ഒക്കെ വന്ന് നമുക്ക് കുറച്ച് ധനനഷ്ടം സാധ്യതയുണ്ട്. മാതാപിതാക്കൾക്ക് അനുകൂലമായ ദിവസമാണ്. സഹോദരങ്ങളിൽ നിന്ന് വളരെ സന്തോഷകരവും അനുകൂലവുമായ സമീപനം ലഭിക്കുന്നതാണ്. സുഹൃത്തുക്കൾ വളരെ സന്തോഷത്തോടുകൂടി ഇടപെടുകയും വൈകുന്നേരത്തോടുകൂടി മാനസികമായി ഉണ്ടായിരിക്കുന്ന പ്രയാസങ്ങൾക്കൊക്കെ ഒരു ശാന്തത കൈവരികയും ചെയ്യുന്നു. ഇന്നത്തെ രാശിഫലം ഇവിടെ അവസാനിക്കുന്നു. അടുത്ത ദിവസം വീണ്ടും കാണും വരെ എല്ലാവരെയും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമസ്കാരം. വീണ്ടും കാണാം. വിളവെടുപ്പ് കഴിഞ്ഞ പാടങ്ങളിൽ ഉത്സവത്തിന്റെ ആരവമുയരുന്നെങ്കിൽ അത് നെന്മാറ വല്ലങ്ങി വേലയാണ്. പാലക്കാട് ജില്ലയിലെ നെന്മാറ ഗ്രാമത്തിൽ കൊയ്ത്ത് കഴിഞ്ഞ വയലുകൾ ഉണങ്ങിക്കിടക്കുമ്പോഴാണ് ഈ വേല ആഘോഷിക്കുന്നത്.
തൃശൂർ പൂരത്തിന് സമാനമായ ആഘോഷങ്ങളോടെയാണ് നെന്മാറ വേല കൊണ്ടാടുന്നത്. മീനമാസം 20-ന് ആരംഭിക്കുന്ന വേല നെന്മാറ, വല്ലങ്ങി എന്നീ ഗ്രാമങ്ങളിലെ ക്ഷേത്രങ്ങളുടെ സംഗമവേദിയാണ്. നെല്ലിക്കുളങ്ങര ഭഗവതി ക്ഷേത്രത്തിൽ നടക്കുന്നതുകൊണ്ട് ഇതിന് നെല്ലിക്കുളങ്ങര വേല എന്നും പേരുണ്ട്. കാണാം നെല്ലിക്കുളങ്ങര ക്ഷേത്ര വിശേഷങ്ങൾ തീർത്ഥാടനത്തിലൂടെ. കേരളത്തിന്റെ നെല്ലറയായ പാലക്കാടൻ ഗ്രാമങ്ങൾക്ക് ഉത്സവങ്ങൾ വിളവെടുപ്പിന്റെ ആനന്ദം കൂടിയാണ്. കൊയ്തൊഴിഞ്ഞ പാടങ്ങളിൽ വേനൽ ചൂടിനെ സാക്ഷിയാക്കി കതിരവന്റെ വെളിച്ചം മങ്ങുമ്പോൾ അവിടെ ഒരു ജനസാഗരം രൂപം കൊള്ളും. ആനകൾ അണിനിരക്കും, വാദ്യഘോഷങ്ങൾ ആകാശത്തോളം ഉയരും. ഇത് വെറുമൊരു ഉത്സവമല്ല. വേലകളുടെ വേല എന്നറിയപ്പെടുന്ന നെന്മാറ, വല്ലങ്ങി എന്നീ 2 ദേശങ്ങളുടെ ഐക്യത്തിന്റെയും ആരോഗ്യകരമായ മത്സരബുദ്ധിയുടെയും പ്രതീകമായ നെന്മാറ വല്ലങ്ങി വേലയാണ്. തൃശൂർ പൂരത്തിന് ശേഷം കേരളത്തിലെ ഏറ്റവും വലിയ ഉത്സവം എന്ന ഖ്യാതി ഇതിനുണ്ടെങ്കിൽ അതിന് കാരണം കാഴ്ചയുടെയും കേൾവിയുടെയും ആവേശകരമായ ഈ സമന്വയമാണ്. ഈ ഉത്സവത്തിന്റെ മർമ്മം കുടികൊള്ളുന്നത് നെന്മാറയിലെ നെല്ലിക്കുളങ്ങര ഭഗവതി ക്ഷേത്രത്തിലാണ്. ഇവിടെ നെല്ലിക്കുളങ്ങര ഭഗവതിയുടെ പ്രധാന ധാരുബിംബത്തോടു കൂടിയിട്ടുള്ള പ്രതിഷ്ഠയാണ് ഇവിടെ ഉള്ളത്. ചാന്താട്ടാണ് ഏറ്റവും പ്രധാനം ഭഗവതിക്കുള്ളത്. ഈ ധാരുബിംബ ശ്രീലകത്ത് തന്നെ സപ്തമാതൃക്കളോട് കൂടിയിട്ടുള്ള പ്രതിഷ്ഠയാണ് ഇവിടെ. അതാണ് ഏറ്റവും വലിയ വിശേഷം. ഭദ്രകാളി ക്ഷേത്രങ്ങൾ ധാരാളം ഉണ്ടെങ്കിൽ കൂടി ഈ ധാരുബിംബവും അതേപോലെ സപ്തമാതൃക്കൾ ശ്രീലകത്ത് ഒരുമിച്ചുള്ള പ്രതിഷ്ഠകൾ വളരെ അപൂർവമാണ്. രാവിലെ 5:15-നാണ് നട തുറക്കുക. 10:30 വരെയാണ് സമയങ്ങൾ. വിശേഷ ദിവസങ്ങളിലെ സമയങ്ങളിൽ വ്യത്യാസങ്ങൾ വരലുണ്ട്. രാവിലെ 7 മണിക്കാണ് ആദ്യത്തെ ഉഷപൂജ. അത് കഴിഞ്ഞാൽ 10 മണിക്കാണ് ഉച്ചപൂജ. അത് കഴിഞ്ഞ് വൈകുന്നേരം 7 മണിക്ക് അത്താഴപൂജ. 6:30-ക്ക് ദീപാരാധന. ആണ്ടുവിശേഷങ്ങൾ വൃശ്ചികമാസത്തിലെ കാർത്തിക ആറാട്ട് വരുന്നതോട് കൂടിയിട്ട് കൊടിയേറി ഉത്സവം. അത് കഴിഞ്ഞാൽ മീനമാസത്തിൽ 1-ാം തീയതി കൂറയിട്ട് കളമ്പാട്ട്, 21-ാമത്തെ ദിവസം വേല. പിന്നെ നവരാത്രി ഭയങ്കര വിശേഷമായിട്ട് ഇവിടെ ആഘോഷിക്കുന്നുണ്ട്. ഈ ക്ഷേത്രത്തിന്റെ ഉത്ഭവത്തിന് പിന്നിലൊരു പുരാവൃത്തമുണ്ട്. പണ്ടുകാലത്ത് നെല്ലിയാമ്പതി മലകളിലേക്ക് യാത്ര ചെയ്യുകയായിരുന്ന കൊടകര നായർ എന്നയാൾ ഒരു മരത്തണലിൽ വിശ്രമിച്ചു. അദ്ദേഹത്തിന്റെ കൈവശമുണ്ടായിരുന്ന ഓലക്കുടയിൽ ഭഗവതിയുടെ ചൈതന്യം കുടികൊണ്ടുവെന്നും യാത്ര തുടരാനായി കുടയെടുക്കാൻ ശ്രമിച്ചപ്പോൾ അത് അവിടെ തന്നെ ഉറച്ചുപോയി എന്നുമാണ് വിശ്വാസം. ഈ സംഭവം ദേവപ്രശ്നത്തിലൂടെ മനസ്സിലാക്കിയപ്പോൾ അവിടെ ഒരു ക്ഷേത്രം പണിയാൻ തീരുമാനിച്ചു. അങ്ങനെ കുടയുറച്ച സ്ഥലത്ത് മൂലസ്ഥാനം ഉയർന്നു. പിന്നീട് നെന്മാറയിലെയും വല്ലങ്ങിയിലെയും ഭക്തരുടെ സൗകര്യത്തിനായി ദേവിയെ അക്കാലത്തെ പ്രമുഖ ജ്യോതിഷികളുടെയും പണ്ഡിതരുടെയും നിർദ്ദേശപ്രകാരം നെല്ലിക്കുളങ്ങരയിലേക്ക് മാറ്റി പ്രതിഷ്ഠിച്ചു. അങ്ങനെയാണ് ഇന്നത്തെ നെല്ലിക്കുളങ്ങര ഭഗവതി ക്ഷേത്രം രൂപം കൊണ്ടതെന്നാണ് പറയപ്പെടുന്നത്. നെല്ലിക്കുളങ്ങര ക്ഷേത്രം നെല്ലിയാമ്പതി മലയുടെ മുകളിൽ കഠിന വനത്തിൻ്റെ ഉള്ളിൽ നെല്ലിക്കുളം പറഞ്ഞ ഒരു എസ്റ്റേറ്റ് ഉണ്ട്. അവിടെ ആണ് ദേവി ഇരിക്കണത്. വർഷങ്ങളായിട്ട് ഇപ്പോഴും അവിടെ പൂജ നടന്നു വരുന്നുണ്ട്. മാർച്ച് 31-ാം തീയതി അവിടെ വേല ഉത്സവം നടക്കുന്നുണ്ട്. പിന്നെ അവിടെ നിന്നാണ് ശ്രീ ഭഗവതി ഇവിടെ വന്നത് എങ്ങനെയെന്ന് ചോദിച്ചാൽ ആ ഒരു കൊടകര നാട് പറഞ്ഞൊരു തിരുവിയാൾ അവിടുത്തെ ഒരു കാരണവർ വളരെ വർഷങ്ങളോളം പോയി തൊഴുതു വന്നതാണ്. ഒരു പ്രാവശ്യം അദ്ദേഹത്തിന് തൊഴുത് വരാൻ വയസ്സായി എന്നെ പോലെ. അപ്പോൾ അവിടെ പോയപ്പോൾ പറഞ്ഞു, എനിക്ക് ഇനി തൊഴുകാൻ വരാൻ പറ്റില്ല, ഞാൻ ഇതോട് അവസാനിപ്പിക്കുകയാണ് എന്ന് പറഞ്ഞ് ദേവിയുടെ കാല് പിടിച്ച് തൊഴുതിട്ടാണ് വന്ന് ക്ഷീണിതനായപ്പോൾ അദ്ദേഹം പട്ടക്കുടയാണ് അന്ന് കാലത്ത്. പട്ടക്കുട പിടിച്ചു വന്ന് ഇവിടെ വന്നപ്പോൾ മൂലസ്ഥാനം കോതവളെന്ന് പറയും. അവിടെ എത്തിയപ്പോൾ അദ്ദേഹം കുട അവിടെ വെച്ചു. കുട വെച്ചിട്ട് കുളിക്കാനിറങ്ങി. കുളി കഴിഞ്ഞ് കുട എടുക്കുമ്പോൾ കുട കിട്ടണില്ല കയ്യിൽ. അവിടെ നിന്നു. അപ്പോൾ അയാൾക്ക് വിഷമായി. പിന്നെ നെന്മാറ വല്ലങ്ങി ദേശക്കാരെ അയാൾ പഴയ കാരണം വരുന്ന അവകാശികളാണ്. പൂക്കോട്ട മണ്ണാടിയാർ പറയും, അവരെ വിളിച്ചു. അതുപോലെ നെന്മാറ ദേശത്തിലെ ഞങ്ങളുടെ പഴയ കാരണവന്മാരെയൊക്കെ വിളിച്ചിട്ട് ഇതിന് നമ്മൾ ഒരു ഇടം കണ്ടുപിടിക്കണം ജ്യോത്സ്യം വെച്ചു. എല്ലാവരും കൂടെ, എല്ലാ ദേശക്കാരും കൂടെ. അതിൽ അയിലൂരുണ്ടായിരുന്നു, തിരുവയ്യാടുണ്ടായിരുന്നു, വിത്തനശ്ശേരി ഉണ്ടായിരുന്നു. ഇങ്ങനെ 5 ദേശം കൂടിയാണ് ഞങ്ങളുടെ ഈ ഭഗവതരെ തട്ടകം. അവിടെ വെച്ച് ജ്യോത്സ്യം വെച്ചപ്പോൾ എല്ലാവർക്കും സ്വീകാര്യമായിട്ടുള്ള ഒരു സ്ഥലം കണ്ടുപിടിച്ചു. അതുകൊണ്ട് ഞങ്ങളുടെ ഇപ്പോഴത്തെ വല്ലങ്ങി ദേശത്തിൻ്റെ നെന്മാറ ദേശത്തിൻ്റെ എല്ലാം കൂടിയിട്ടുള്ള ഈ 5 ദേശം ഒരു വടക്കോട്ട് നയിക്കുന്ന ഭഗവതിക്ക് മൂലസ്ഥാനം ഇവിടെയാണ് എല്ലാം അവസാനിക്കേണ്ടത്.
എന്ന് പറഞ്ഞ് അന്ന് ജ്യോത്സ്യന്മാർ വെച്ച പ്രകാരം ആണ് ഇപ്പോൾ ഇവിടെ ദേവി ഞങ്ങൾ നെന്മാറ വല്ലങ്ങി വേല ഗംഭീരമായിട്ട് ആഘോഷിക്കുന്നത്. മീനമാസം 1-ാം തീയതി കൂറിയിട്ട് മീനമാസം 20-ാം തീയതിയാണ് വേല. വളരെ ലോകം ദേവിയുടെ മഹോത്സവമാണത്. തിരുമേനി സൂചിപ്പിച്ചല്ലോ, ഇതുപോലൊരു ദേവി കേരളത്തിലുണ്ടാവുമോ ഞങ്ങൾക്കറിയില്ല. ഈ ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠ ആദിപരാശക്തിയായ നെല്ലിക്കുളങ്ങര ഭഗവതിയാണ്. ദുർഗയുടെയോ കാളിയുടെയോ ഭാവം ഇതിൽ കാണാവുന്നതാണ്. അത് ക്ഷേത്രത്തിലെ അനുഷ്ഠാനങ്ങളെയും ആചാരങ്ങളെയും സ്വാധീനിക്കുന്നു. ഉത്സവത്തിന് മുന്നോടിയായി മലയാള മാസമായ മീനം 1-ന് പറയ സമുദായം ക്ഷേത്രത്തിൽ വന്ന് നെൽമണി എറിഞ്ഞ് പൂക്കോട്ട് പതിയാറ് നാടുവാഴികളുടെയും അകമ്പടിയോടെ 5 ദേശത്തെയും പ്രതിനിധികൾ വന്നിട്ടുണ്ടോ എന്ന് വിളിച്ചു ചൊല്ലി കൂറയിടൽ ചടങ്ങുകൾക്ക് തുടക്കമാവും. ഈ ദിവസം മുതൽ വേലയുടെ പ്രധാന ദിവസം വരെ മീനം 20-ആണത്. 20 ദിവസക്കാലം ദേശക്കാർക്ക് സ്വന്തം ഗ്രാമം വിട്ടു പോകാൻ അനുവാദമില്ല എന്നും ഒരു വിശ്വാസമുണ്ട്. ഈ ദിവസങ്ങളിൽ നാടിൻ്റെ ഐശ്വര്യത്തിനായി വിവിധ പൂജകളും ചടങ്ങുകളും നടക്കും. കൊച്ചി രാജാവ് തന്നിട്ടുള്ള അമ്പലങ്ങളിൽ ഏകദേശം ചില ക്ഷേത്രങ്ങളിൽ ഊരായ്മയുള്ള ഒരു ക്ഷേത്രമാണ് നെല്ലിക്കുളങ്ങര ഭഗവതി ക്ഷേത്രം. ഇവിടെ അതായത് 5 ദേശങ്ങളുടെയും കൂടെ ദേശവാഴിത്വമാണ് ഞങ്ങൾക്കുള്ളത്. അതായത് വിത്തനശ്ശേരി, വല്ലങ്ങി, നെന്മാറ, തിരുവഴിയാട്, അയിലൂർ. അപ്പോൾ അന്ന് കാലങ്ങളിലുള്ള അതായത് ഒരു ഹാർവെസ്റ്റ് ഫെസ്റ്റിവലായിട്ടാണ് ഇതിനെ കണക്കാക്കിയിരുന്നത്. അതായത് കൃഷി കഴിഞ്ഞു കഴിഞ്ഞാൽ അന്ന് ഏറ്റവും വലിയ ഒരു ഫ്യൂഡലിസ്റ്റ് ആയിരുന്നു ഞങ്ങളുടെ വിത്തനശ്ശേരി പൂക്കോട്ടം മങ്ങാടിയമ്മൻ. ഏകദേശം 30,000 പറ പാട്ടം ഉണ്ടായിരുന്ന സമയത്തും അന്ന് ആനയും അമ്പാരിയൊക്കെയുള്ള കാലങ്ങളായിരുന്നു. ആ സമയത്ത് അവിടുന്നുള്ള കൊയ്ത്ത് കഴിഞ്ഞ് ഇവിടെ വന്ന് ആ കൊയ്ത്ത് മതിച്ച് ഇവിടെയുള്ള ഹാർവെസ്റ്റിനെ, അതായത് ആ ഹാർവെസ്റ്റിനെ ഒരു ഫെസ്റ്റിവലാക്കി ആദ്യം ചെറിയ രീതിയിൽ സ്റ്റാർട്ടായി പിന്നീട് അതാണ് വേല മഹോത്സവമായിട്ട് കൺവേർട്ട് ചെയ്യപ്പെടുന്നത്. പിന്നീട് കാലാകാലങ്ങളിൽ ചിരപുരാതനമായ നമ്മളുടെ ഈ വല്ലങ്ങി നെന്മാറ വേല വളരെ ലോകപ്രസിദ്ധമായി. അതിലുള്ള എല്ലാ അവകാശങ്ങളും ബാക്കിയുള്ള കാര്യങ്ങളും 2 വല്ലങ്ങി ദേശവും നെന്മാർ ദേശവും ഒത്തൊരുമിച്ച് വലിയ കുഴപ്പങ്ങളൊന്നും ഇല്ലാതെ ഇതുവരെയും ഞങ്ങൾ നടത്തിപ്പോന്നു. വല്ലങ്ങി ചീർമക്കാവ് നിന്ന് കൂറിയിടാൻ വേണ്ടി നെല്ലിക്കുളങ്ങരയിൽ വരികയും മീനം 1-ന് നെല്ലിക്കുളങ്ങരയിൽ കൂറിയിടുകയും മീനം 2-ാം തീയതി മുതൽ കളമെഴുത്ത് പാട്ടും 18 ദിവസം കളമെഴുത്ത് പാട്ടും 19-ാം തീയതി പ്രസിദ്ധമായ വല്ലങ്ങി വേലയുടെ താലപ്പൊലിയും 20-ാം തീയതി വല്ലങ്ങി വേലയും ആരംഭമായി. വല്ലങ്ങി ശിവക്ഷേത്രത്തിൽ നിന്ന് ആരംഭിച്ച് കറക്റ്റ് 11:30 ആരംഭിച്ച് 10 മണിക്ക് വല്ലങ്ങി മന്നത്ത് ഈടുപടി. അതിനുശേഷം 11:30 വേല കമ്മിറ്റി വല്ലങ്ങി ദേശം വേല ശിവങ്കോളിൽ നിന്ന് എഴുന്നള്ളിച്ച് പന്തലിൽ വന്ന് പഞ്ചവാദ്യം അവസാനിച്ച് പന്തലിൽ നിന്ന് 3 മണിക്ക് മേളം തുടങ്ങി. വൈകുന്നേരം കറക്റ്റ് 5 മണിക്ക് കാവ് കയറി 6:15-ന് കാവിറങ്ങി. അതിനുശേഷം വെടിക്കെട്ട്. രാത്രി 8:30 മണിക്ക് വല്ലങ്ങി വല്ലങ്ങി മന്നത്ത് തായമ്പക. അത് കഴിഞ്ഞ് 10:30 മണിക്ക് കേളി. 11 മണിക്ക് പഞ്ചവാദ്യം തുടങ്ങി. 2 മണിക്ക് VKS അവിടെ പഞ്ചവാദ്യം അവസാനിക്കുന്നു. അതിനുശേഷം വെടിക്കെട്ട് 3 മണിക്ക് വെടിക്കെട്ട് നടത്തിയ ശേഷം വൈകുന്നേരം പുലർച്ചെ 5 മണിക്ക് മേളം തുടങ്ങി. കാവ് 6:30-ക്ക് കാവ് കയറി 7:15-ന് കാവിറങ്ങി വേല അവസാനിക്കുന്നു. വേലയുടെ സമാപനത്തിന് മുന്നോടിയായി കരിവേലയും ദിവസവും കണ്യാർകളിയും പോലെയുള്ള നാടൻ കലാരൂപങ്ങളും അരങ്ങേറും. വേലയുടെ ആത്മാവ് ദേവി ദാരികൻ എന്ന രാക്ഷസനെ നിഗ്രഹിച്ചതിന്റെ ഓർമ്മ പുതുക്കുന്ന ദാരിക നിഗ്രഹം എന്ന ചടങ്ങാണ്. ഈ ഐതിഹ്യത്തെ അടിസ്ഥാനമാക്കിയുള്ള കളംപാട്ടുകളും ഈ കാലയളവിൽ ക്ഷേത്രത്തിൽ നടക്കാറുണ്ട്. വേലയുടെ പ്രധാന ദിവസം പുലർച്ചെ വാളുകടയൽ എന്ന ചടങ്ങോടെയാണ് ആഘോഷങ്ങൾ തുടങ്ങുന്നത്. ദാരികനെ നിഗ്രഹിച്ച ഭഗവതിയെ ദാരിക നിഗ്രഹത്തിന് ശേഷം ദേശക്കാരെല്ലാവരും കൂടി വന്ന് ആഘോഷിക്കുന്നതാണ് വേലയായിട്ട്. അതനുസരിച്ച് ഇവിടെ മീനം 1-ന് കൂറിയിടുന്നതോടുകൂടി ഞങ്ങളുടെ നെന്മാറ ദേശത്ത് 9-ാം തീയതി മുതൽ കുമ്മാട്ടി ഉത്സവം തുടങ്ങും. കുമ്മാട്ടി എന്ന് പറഞ്ഞാൽ ദാരികനെ വധിക്കാനുള്ള ഒരു പ്രയത്നമാണ്. അപ്പം നമ്മളെല്ലാവരും ദേവിയുടെ കൂടെ ഗണങ്ങളായിട്ട് കൂടെ ചേർന്ന് കുമ്മാട്ടി ഒരു ശരം പോലെ കൊടുത്തിട്ട് അവസാന ദിവസം 9-ാമത്തെ ദിവസം വലിയ കുമ്മാട്ടി പറയും. അന്നത്തോടുകൂടി അന്നാണ് ഘോരയുദ്ധം നടന്ന് പിറ്റേ ദിവസം നെന്മാറ ദേശത്ത് കരിവേല ആഘോഷിക്കും. അന്നാണ് ഈ ദാരികനെ നിഗ്രഹിച്ചത്, ഈ കരിവേല ദിവസം. അതാണ് കരിവേലയുടെ ഐതിഹ്യവും. അന്ന് കരിവേല എല്ലാവരും ഗംഭീരമായിട്ട് ദേവിയുടെ ദേവഗണങ്ങളായിട്ട് കറുത്ത വെള്ളിയും ചുട്ടിയൊക്കെ കുത്തി ദേഹത്ത് വേപ്പലയും വാഴയില ചപ്പക്കെല്ലാം കഴിച്ച് കരിവേല ഗംഭീരമായിട്ട് നടത്തും. ആ കരിവേല കഴിഞ്ഞതിൻ്റെ പിറ്റേ ദിവസം 19-ാം തീയതി ആണ്ടിവേല പറയും. അതായത് ഈ ഘോരരൂപിണിയായിരിക്കുന്ന ദേവിയെ ശാന്തരൂപത്തിലാക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും കൂടി പ്രാർത്ഥിച്ച് ആണ്ടി വേഷം കെട്ടി
ദേവിയെ സ്തുതിച്ച് പാടുന്നതോടുകൂടി ദേവി ശാന്തരൂപിണിയാണ്. അങ്ങനെ ശാന്തരൂപിണിയായ ദേവിയെ 20-ാം തീയതി നെന്മാറ വേലയുടെ ഭാഗമായിട്ട് എല്ലാ ആൾക്കാരെയും അനുഗ്രഹിക്കുന്ന ഭാഗമായിട്ട് ആനപ്പുറത്ത് എഴുന്നള്ളിച്ച് എല്ലാവർക്കും അനുഗ്രഹം കൊടുക്കുന്നതാണ്. അത് ഗംഭീരമായിട്ട് ഈ വെടിക്കെട്ടാണ് നെന്മാറ വല്ലങ്ങി വേലയുടെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത്. ദേവിക്കും ഇഷ്ടം ഈ കരിമരുന്ന് പ്രയോഗമാണ്. അതാണ് എല്ലാവരും ഇങ്ങനെ കൂടിക്കൂടി വരുന്നത്, ഈ വെടിക്കെട്ടും ഇതൊക്കെ. അതൊരു ഐതിഹ്യപരമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. അതുകൊണ്ട് അത് നന്നായിട്ട് നടത്തുന്നുണ്ട്. ഇതാണ് വേലയുടെ അടിസ്ഥാനം. ദാരിക വധം അത് ആഘോഷിക്കുന്നതാണ് നെന്മാറ വല്ലങ്ങി വേല. നെന്മാറയുടെ വേല മന്നത്തുമുത്തി ക്ഷേത്രത്തിൽ നിന്നും വല്ലങ്ങിയുടേത് ശിവക്ഷേത്രത്തിൽ നിന്നും ആരംഭിക്കുന്നു. ഓരോ ദേശവും ഏകദേശം 11 മുതൽ 15 വരെ ഗജവേനന്മാരെ നെറ്റിപ്പട്ടം അണിയിച്ച് അലങ്കരിച്ച് എഴുന്നള്ളിക്കുന്നു. 100 കണക്കിന് വാദ്യകലാകാരന്മാർ അണിനിരക്കുന്ന പഞ്ചവാദ്യവും പാണ്ടിമേളവും താളമേളം തീർക്കുന്നു. ഇത് ഗ്രാമവീഥികളിലൂടെ സഞ്ചരിച്ച് വൈകുന്നേരത്തോടെ നെല്ലിക്കുളങ്ങര ക്ഷേത്രത്തിൽ സംഗമിക്കുന്നു. ഇവിടെ കണ്ണെത്താത്ത വിശാലമായ നെൽവയലുകൾക്ക് നടുവിൽ ലക്ഷക്കണക്കിന് ആളുകൾ തിങ്ങി നിറയും. തുടർന്ന് നടക്കുന്ന കുടമാറ്റം വർണ്ണാഭമായ ഒരു കാഴ്ചയാണ്. ഇരുദേശക്കാരും വ്യത്യസ്തങ്ങളായ ആനപ്പന്തലുകൾ ഉണ്ടാക്കി കുട ഉയർത്തി മത്സരിക്കുന്നത് ആവേശകരമായ ഒരു കാഴ്ചാനുഭവമാണ്. വേല ദിവസം വൈകുന്നേരം 7 മണിക്കും പുലർച്ചെ 3 മണിക്കും ഇരുദേശക്കാരുടെയും അതിഗംഭീരമായ വെടിക്കെട്ടുമുണ്ടാവും. കേരളത്തിലെ ഉത്സവങ്ങളിൽ വെടിക്കെട്ടിന് ഏറ്റവും പ്രാധാന്യം കൊടുക്കുന്ന ഒരു ഉത്സവമാണ് നെന്മാറവേല. ഇത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ വെടിക്കെട്ടുകളിൽ ഒന്നായി കണക്കാക്കപ്പെടുന്നു. വെടിക്കെട്ട് കാണാനും ഈ അനുഭവം നേരിട്ടറിയാനും രാജ്യത്തിനകത്തു നിന്നും പുറത്തു നിന്നും നിരവധി ആളുകൾ നെന്മാറയിലെത്താറുണ്ട്. ഈ ക്ഷേത്രത്തിൻ്റെ പ്രശസ്തി, ഈ ക്ഷേത്രം ഈ കേരളം അല്ലെങ്കിൽ കേരളത്തിന് വെളിയിൽ അറിയാൻ കാരണം തന്നെ ഈ നെന്മാറ വല്ലങ്ങി വേലയാണ്. ആ വേല തൃശ്ശൂർ പൂരത്തിനോട് കിടപിടിച്ചു നിൽക്കുന്നു എന്നുള്ളതും വാസ്തവമാണ്. കേരളത്തിലെ ഏറ്റവും വലിയൊരു ഉത്സവം നടക്കുന്ന ശ്രീ നെല്ലിക്കുളങ്ങര ക്ഷേത്ര കമ്മിറ്റി ചിങ്ങമാസം 1-ാം തീയതി ഞങ്ങളുടെ നേതൃത്വത്തിൽ ഇവിടെ അധികാരത്തിൽ വന്നിരിക്കുകയാണ്. ഈ കഴിഞ്ഞ വർഷത്തെ വേല വളരെ അതിമനോഹരമായി നടത്തുവാൻ നെന്മാറ ദേശത്തിന് കഴിഞ്ഞിട്ടുണ്ട്. ഈ പ്രാവശ്യവും വിപുലമായ രീതിയിൽ അതിഗംഭീരമായിട്ടുള്ള ഒരു വേല നടത്തുവാനാണ് ഇപ്പോഴത്തെ നിലവിലുള്ള കമ്മിറ്റി തീരുമാനിച്ചിട്ടുള്ളത്. അതിനുള്ള പ്രാരംഭ പ്രവർത്തനങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു. കാരണം അതിമനോഹരമായിട്ടുള്ള പന്തൽ, അതുപോലെ അതിമനോഹരമായിട്ടുള്ള കേരളത്തിലെ ഏറ്റവും പ്രശസ്തരായിട്ടുള്ള കൊട്ടുകാരെ മേളക്കാരെ കൊണ്ടുവന്നിട്ടുള്ള മേളവും പഞ്ചവാദ്യവും, അതുപോലെ തന്നെ ഏറ്റവും പ്രശസ്തമായിട്ടുള്ള സഖ്യപുത്രന്മാരെ അണിനിരത്തിയിട്ടുള്ള എഴുന്നള്ളത്തുണ്ടാവും. ഈ ആഘോഷങ്ങൾ കേവലം ഒരു മത്സരമല്ല, മറിച്ച് പരസ്പര ബഹുമാനത്തോടും സഹകരണത്തോടും കൂടിയുള്ള ഒരു സാംസ്കാരിക കൂട്ടായ്മയാണ്. താലപ്പൊലി, കുമ്മാട്ടി, കരിവേല, ആണ്ടിവേല എന്നിങ്ങനെ നിരവധി നാടൻ കലാരൂപങ്ങൾ ഈ ഉത്സവത്തിന് കൊഴുപ്പേകുന്നു. എല്ലാം കൂടി ചേരുമ്പോൾ നെന്മാറ വല്ലങ്ങി വേല കേരളത്തിൻ്റെ തനതായ സംസ്കാരത്തിൻ്റെയും ആചാരങ്ങളുടെയും നേർക്കാഴ്ചയാകുന്നു. തൃശ്ശൂർ പൂരത്തിനോട് താരതമ്യപ്പെടുത്തുമ്പോൾ നെന്മാറ വേലയ്ക്ക് അതിൻ്റേതായ ഒരു ഗ്രാമീണ ലാളിത്യവും പ്രാദേശിക തനിമയുമുണ്ട്. ഈ ഉത്സവത്തിൻ്റെ ശക്തിയും സൗന്ദര്യവും ഈ ലാളിത്യത്തിൽ നിന്നും ഗ്രാമീണതയിൽ നിന്നുമാണ് വരുന്നത് എന്നതാണ് ശ്രദ്ധേയം. ഓരോ വർഷവും ഏപ്രിൽ മാസത്തിൽ പാലക്കാടൻ മണ്ണിൽ ആനന്ദത്തിൻ്റെയും ആവേശത്തിൻ്റെയും മറ്റൊരു പൂരമൊരുക്കി നെന്മാറ വേല വീണ്ടും എത്തും. എല്ലാവർക്കും നല്ലൊരു ദിവസം കൂടി ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ വാർത്തകളിലേക്ക് കടക്കുന്നു. ജ്യോതിഷ തീർത്ഥാടന വിശേഷങ്ങളുമായി നാളെ വീണ്ടും കാണാം.
എന്റെ പൊന്റെ ഗഡിയോളെ, ഇത് ഞങ്ങളുള്ളത് തൃശ്ശൂരാണ്. എല്ലാ ഗഡിയോൾക്കും ഹാപ്പി പുലിക്കളി ദിനം. ഓണമാണോ? ഓണമാണ്. അതാണ് എന്റെ പ്രേക്ഷകർ കാണുന്നുണ്ട്. എന്റെ ചുറ്റും നിൽക്കുന്നത് കുറെ പുലികളാണ്. ആ പുലികൾക്കിടയിൽ ഒരു പാവം കുട്ടി പുലിയാണ് ഞാനും. ഇന്നത്തെ ദിവസം നമ്മൾ ഇവിടെ തൃശ്ശൂരിൽ നിന്ന് കളറാക്കാൻ പോവുകയാണ്. അപ്പം തുടക്കം തന്നെ ന്യൂസ് 18ന്റെ എല്ലാ പ്രേക്ഷകർക്കും ഒരു പുലിക്കളി ദിനാശംസകൾ അല്ലേ? ചേട്ടാ പറഞ്ഞേ, കൂട്ടത്തിലെ മൂത്ത പുലിയാണോ? അല്ല, മൂത്തല്ല, മൂത്തതൊക്കെ ഇവിടെ ഉണ്ട്. മൂത്തപ്പ വേറെ ഉണ്ട്. എന്താ പേര്? ആന്റോ. എങ്ങനെയുണ്ട്? നല്ല കുടവറൊക്കെ ഉണ്ടല്ലേ? ഇതൊക്കെ കുലുക്കി ഇങ്ങനെ നടക്കണം നമുക്ക്. തൃശ്ശൂർ നമ്മള് പൊളിക്കും. തൃശ്ശൂർ പൊളിക്കും. എവിടേക്ക് പോണേ? അതാണ്, എവിടേക്ക് പോണല്ലേ? അതെ. എന്താ ചേട്ടാ പേര്? എന്റെ പേര് അശ്വിൻ. ഇത് കൂട്ടത്തിലെ ചെറിയ പുലിയാണോ? ചെറിയ പുലിയാണ്. പുലിയാണോ? പുലിക്കും. ഇതാ ഇവിടെ ഒരു ചേട്ടനുണ്ട്, നല്ല ഭംഗിട്ട്. ഇത് എപ്പോ തുടങ്ങി ഈ വരയൊക്കെ? 2 മണിയായി. ഇന്നലെ തുടങ്ങി? രാവിലെ. ഭയങ്കര പാടാണോ ഇതിങ്ങനെ ഒരുങ്ങി നിൽക്കാൻ? ആവേശമല്ലേ? ആവേശാണ്. നമ്മള് അയ്യന്തോൾ ദേശം ഇന്ന് എന്താ ചെയ്യാൻ പോണ തൃശ്ശൂര്? സമ്മാനടിച്ചു പോകും ഞങ്ങള്. സമ്മാനടിക്കും? സമ്മാനം ഒന്നാം സമ്മാനം അടിച്ചു. കഴിഞ്ഞ മുമ്പത്തെ 1ാം സമ്മാനം അടിച്ചു. അത് ശരി. അപ്പൊ ഇക്കൊല്ലം അടിക്കണ്ട ഒക്കെ അടിച്ചിട്ട് പോളോ. ഈ എത്ര ദിവസമായി ഇങ്ങനെ? ഇന്നലെ രാത്രി തുടങ്ങി? പുലർച്ചെ 3 മണിക്ക് തുടങ്ങിയതാ. പുലർച്ചെ 3 മണിക്ക് നിന്നു. നേരത്തെ വന്നു 1 മണിക്ക് എത്തി. 3 മണിക്ക് തുടങ്ങി. ഇനി ഇത് 8 മണി, രാത്രി 8 മണി വരെ നിക്കണം. ഇതാ പോലെ ഭയങ്കര പാടാണോ? ആ പാട് ഉണങ്ങി വലിഞ്ഞുമുള എത്ര ഉള്ളു ബുദ്ധിമുട്ടുള്ളു. ചേട്ടാ ഈ വയർ എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യണേ? ഭക്ഷണം കഴിച്ചിട്ട്. എന്നാലും പറഞ്ഞ ഒരു ടെക്നിക്ക് എങ്ങനെയാണ്? അതില്ലേ, തന്നെ കഴിക്കുക, കിടന്നുറങ്ങുക, അപ്പൊ തന്നെ വരും, വീർത്തോളും. എല്ലാരും അങ്ങനെ തന്നെയാണോ? ഭക്ഷണം കഴിച്ച് മെയിൻറ്റെയിൻ ചെയ്യാണോ വയറ്? ആണോ ചേട്ടാ? അങ്ങനെ പറയാ. എനിക്ക് തോന്നി നിങ്ങൾ തൃശ്ശൂർക്കാരുടെ ഒരു വൈബ് എന്ന് പറയുന്നത് ഈ വയറാണോ? വയറില്ലാത്തവരുണ്ട്, വയറുള്ളവരുണ്ട്. അത് പട്ടിണി കിടന്നു കഴിഞ്ഞാൽ വയറിട്ടു. പക്ഷെ പുലി ആവണമെങ്കിൽ വയറ് വേണം എന്നുള്ള സംഭവം ഉണ്ടോ? അത് വേണം. 6 പാക്ക് ഒരാൾക്ക് പുലിയാൻ പറ്റില്ലേ? വയറിനാണ് കാശ്. വയറിനാണ് കാശ്. വയറ് കുറവുള്ളവർക്ക് കാശ് കുറവ്, വയറുള്ളവർക്ക് കൂടുതലുള്ളവർക്ക് കാശ് കൂടുതൽ. അപ്പൊ ഈ വയറുണ്ടാക്കുക എന്ന് പറഞ്ഞ ഒരു അധ്വാനാണല്ലേ? അതെ. അപ്പൊ ബുദ്ധിമുട്ടുണ്ട്, വയറ് ആയാലും ബുദ്ധിമുട്ടാ. അപ്പം നമ്മുടെ പ്രേക്ഷകർക്ക് രാവിലെ തന്നെ ഞങ്ങൾ കാണിച്ചു കൊടുക്കാൻ പോകുന്നത് കുറച്ച് പുലിക്കളി ആയാലും നമുക്ക് തുടങ്ങിയാലോ? നമുക്ക് സ്റ്റെപ്പ് വെച്ചാലോ? തുടങ്ങാം. എന്നാ അവിടെ ആവട്ടെ, ഒരു സ്റ്റെപ്പ് അവിടെ കാണിക്കേ. വയറ് വേണ്ട അതിനൊക്കെ. എവിടെ വയറ്? ഇത് നമുക്കിവിടെ 2 ഇത് കരിമ്പുലിയാണോ? എന്താ ഇതിന്റെ പ്രത്യേകത? കറുത്തിരിക്കുന്നതാണോ? ആണോ? അങ്ങനെയാണോ പ്രത്യേകത? അങ്ങനെ ഉണ്ട്. പിന്നെ ഇത് അധികം ഉണ്ടാവില്ല, 2 ഉണ്ടാവുള്ളൂ. ശരി. കരിമ്പുലി മാത്രല്ല, ഒരു പുള്ളിപ്പുലി ഉണ്ട് അല്ലേ? എന്താ പുള്ളിപ്പുലിന്റെ പേര്? സുനില് തൃശ്ശൂരുകാരനാണ്. പിന്നെ ഇവിടെ തൃശ്ശൂരുകാര് മാത്രമേ പുലി വേഷം കിട്ടുള്ളൂ? അല്ല, പുറത്തുനിന്നും ആളുകൾ വരും. ഈ ബംഗാളികളൊക്കെ ഇങ്ങനെ വേഷം കിട്ടുന്ന കേട്ടിട്ടുണ്ട്, ശരിയാണോ? എന്റെ അറിവില് ഉണ്ടായിട്ടില്ല അങ്ങനെ. ഇതുവരെ ആരും വന്നിട്ടില്ല, ഒരു ദേശക്കാരും? എന്റെ അറിവിലുണ്ട്. ഇതില് മൊത്തം തൃശ്ശൂരുകാരാണ്. അപ്പൊ ഈ അയ്യന്തോൾ ദേശത്തിന്റെ ഒരു ആവേശം ഒന്ന് കേൾപ്പിച്ചാലോ? ഒരു പാലക്കാട്ടുകാരനുണ്ട്. ഈ പാലക്കാട്ടുകാരൻ തൃശ്ശൂരിൽ വന്നപ്പോൾ ഒരു വൈബ് എന്താണ്? വൈബ് പ്രത്യേകിച്ച് പറയാനില്ല, ആള് പറയും. ഈ പുലികൾക്കേ നിങ്ങൾക്കൊക്കെ നാണമാണോ? നാണം ഉണ്ടോ നിങ്ങക്ക്? പിന്നെന്താണ് ഒരു ഉഷാറില്ലാത്തത്? കന്നിപ്പുലിന്റെ നാണമാണല്ലേ? ഓക്കെ. എന്നാലേ നിങ്ങള് അയ്യന്തോൾ ദേശത്തിന്റെ ഒരു ആവേശം ഒന്ന് കാണിച്ചു, ഒന്ന് വിളിച്ച് ആർപ്പോ. അതാണ്. അപ്പം നമുക്കിത് അയ്യന്തോൾ ദേശത്തിന്റെ ഒരു ചേട്ടൻ തന്നെ നമ്മളെ കൂടെ ഉണ്ട്. നമുക്ക് ചേട്ടാ, കഴിഞ്ഞതിന്റെ മുന്നത്തെ വർഷം നമ്മൾ കപ്പടിച്ചു. കഴിഞ്ഞ വർഷം ഇറങ്ങാത്തത് കൊണ്ട് കപ്പടിച്ചില്ല. കഴിഞ്ഞ തവണ 2023 ഞങ്ങൾ ഇറങ്ങിയത്. അയ്യന്തോൾ ദേശം 8 സമ്മാനങ്ങളിൽ 8 മത്സരങ്ങളിൽ 7 1ാം സ്ഥാനം നേടി അയ്യന്തോളിന്റെ ആധിപത്യം നേടുകയായിരുന്നു. ഇക്കുറിയും അയ്യന്തോളിന് ഫസ്റ്റ് അടിക്കണമെന്ന ആഗ്രഹമുണ്ട്. പക്ഷെ അതിനേക്കാൾ ഉപരി ജനപ്രിയരാവുക എന്നുള്ളതാണ് ഞങ്ങളുടെ ലക്ഷ്യം. ഇക്കുറിയും കൈനിറയെ ആവനാഴി നിറയെ ശരങ്ങളുമായി ഇക്കുറിയും തൃശ്ശൂരിന്റെ നഗരവീഥികളെ പുലിച്ചേലും പുലിച്ചുവിടുമായി ഓരോ അയ്യന്തോൾ പുലിയും ജനമനസ്സുകളിൽ കയറിയിരിക്കും. ശരി ശരി. യെസ്, ഇപ്പോൾ മന്ത്രി കെ രാജൻ നമുക്കൊപ്പം ചേർന്നു. മന്ത്രിയിലേക്ക്. വർത്തമാനം നാട്ടിൽ കേൾക്കുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. ഇപ്പോൾ
പുലി നഗരത്തിലിറങ്ങി ആളുകളെ സന്തോഷിപ്പിക്കുന്ന പുലിയാണ്. അതുകൊണ്ട് പേടിക്കേണ്ട കാര്യമില്ല. മിനിസ്റ്ററുടെ പ്രതികരണമാണ് കേട്ടത്. മിനിസ്റ്റർ ഇന്നലെ തൊട്ട് ഇവിടെയുണ്ട്. ഈ ഓരോ ആള്, ഈ നാട്ടുകാരനാണ് മന്ത്രി കെ രാജൻ. അദ്ദേഹം ഈ നാട്ടുകാർക്കൊപ്പം അങ്ങ് നടക്കുകയാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ വാക്കുകളാണ് നമ്മൾ കേട്ടത്. നമ്മളിവിടെ അയ്യന്തോൾ ദേശക്കാർക്കൊപ്പമാണ്, അവരുടെ വിശേഷങ്ങളിലേക്കാണ് നമ്മൾ പോകുന്നത്. ചേട്ടാ, നമ്മളിപ്പം കുറെ നാളായിട്ട് ഇപ്പൊ ഒരു ചേട്ടൻ പറഞ്ഞു നമുക്ക് ജനപ്രിയരാവുക എന്നുള്ളതാണ് നമ്മുടെ മെയിൻ ഉദ്ദേശമെന്ന്. നമ്മൾ ഇന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ തൃശ്ശൂരിങ്ങ് എടുക്കുവോ ചേട്ടാ? നമ്മള് തൃശ്ശൂർ എടുക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൃശ്ശൂര് നമ്മുടെ തന്നെയാണ്, നമുക്ക് എടുക്കേണ്ട ആവശ്യമില്ല. പിന്നെ നമ്മളുടെ ഒരുക്കങ്ങളൊക്കെ അങ്ങനെയാണ്. നമ്മൾ നല്ല രീതിയിൽ ഒരുക്കങ്ങൾ ചെയ്യുന്നുണ്ട്. പുലിക്കളി അല്ലാണ്ട് തന്നെ ഒരുപാട് കാര്യങ്ങൾ ഞങ്ങൾ ഇവിടെ ചെയ്യുന്നുണ്ട്. സൗജന്യമായിട്ടുള്ള PSCയും അങ്ങനെ ബ്ലഡ് ഡൊണേഷനും ഇതൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പൊ ജനങ്ങൾക്ക് അറിയാതെ ഞങ്ങളെ പ്രവർത്തനങ്ങൾ അറിയാം. അപ്പൊ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ നല്ല ഭംഗിയായിട്ട് ചെയ്യുക. നമ്മൾ കളിയായാലും കൊട്ടായാലും ടാബ്ലോ ആയാലും എല്ലാ കാര്യങ്ങളും നമുക്ക് പറ്റാവുന്ന രീതിയിൽ നല്ല രീതിയിൽ ചെയ്യുന്നുണ്ട്. അപ്പൊ അവർക്കും അത് ഫീൽ ചെയ്യണ്ടേ? സസ്പെൻസ് ഉണ്ടോ? സസ്പെൻസ് ഉണ്ടോ? സസ്പെൻസ് ഉണ്ട്. ടാബ്ലൊക്കെ എല്ലാം ഓപ്പൺ ആണ്. നമ്മൾ ഇന്ന് പത്രത്തിലും വന്നിട്ടുണ്ട്, നമ്മുടെ പുരാണത്തിനെ കുറിച്ച് വന്നിട്ടുണ്ട്. പിന്നെ ഇന്നത്തെ ഒരു പ്രത്യേകതയുണ്ടല്ലോ, ആ മീനിനെ കണ്ടിട്ടുണ്ടാവും. അപ്പൊ ഈ ജനസാഗരത്തിനിടയിൽ കൂടെ ഒരു മീനിനെ ഇറക്കാന്നാണ് നമ്മുടെ ഒരു ഇത്. ആ മീൻ മാത്രമല്ല, ഒരു പുലി മുകളിലുള്ള ഒരു മീൻ. അപ്പൊ പുലി മീൻ എന്നാണ് നമ്മൾ അതിന് പേരിട്ടിട്ടുള്ളത്. അപ്പൊ അതൊക്കെ ഒരു പ്രത്യേകത തന്നെയാണ്. അപ്പൊ എന്തായാലും പൊളിക്കും നമ്മള്. അതെ. അപ്പൊ എന്തായാലും ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് വർഷങ്ങൾക്ക് ശേഷം 9 ടീം, 9 പുലിക്കളി ടീമുകൾ ഇറങ്ങുകയാണെന്നുള്ളൊരു വലിയ പ്രത്യേകതയാണ്. ഇന്ന് വൈകുന്നേരത്തോടു കൂടി സ്വരാജ് റൗണ്ട് അത് പുലി പിടിക്കുക എന്ന കാര്യത്തിൽ നമുക്കൊരു സംശയമില്ല. കഴിഞ്ഞ വർഷം വരെ 7 പുലിക്കൂട്ടങ്ങളായിരുന്നു ഇറങ്ങിയിരുന്നത്. പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല. ഏറ്റവും പ്രധാനമായി 9 പുലിക്കൂട്ടങ്ങൾ ഇറങ്ങിയെന്നുള്ളൊരു വലിയ പ്രത്യേകത ഈ വർഷമുണ്ട്. അതിലുള്ള ഒരു വലിയ പുലി ടീമിന്റെ കൂടെയാണ് കഴിഞ്ഞതിന് മുൻപത്തെ വർഷം പോലും കപ്പടിച്ചൊരു വലിയ ടീമിന്റെ അയ്യന്തോൾ ദേശത്തിന്റെ കൂടെയാണ് നമ്മൾ രാവിലെ ഉള്ളത്. നമ്മുടെ വിവിധ സ്ഥലങ്ങളിൽ നിന്ന് വിവിധ പുലിമടകൾ, അങ്ങനെയാണ് ഇവർ പറയുന്നത്. ഈ പുലിമടകളിൽ നിന്ന് ഒരുപാട് നമ്മുടെ നവമിയുണ്ട്, ഒപ്പം അനുമോദേട്ടനുണ്ട്, എല്ലാവരും ചേരുന്നുണ്ട്. എന്തായാലും തുടക്കത്തിൽ നമ്മൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത് ഇവർക്കൊപ്പമാണ്. ചേട്ടാ, നിങ്ങൾ പുലികൾ നൃത്തം വയ്ക്കുക മാത്രമുള്ള പാട്ട് പാടുവോ? ഇന്നൊരു പാട്ടായാലോ? ആരാണ് പാട്ട് പാടുന്നത്? ആ ചേട്ടനാണ്. നിങ്ങൾ ആരും പാടത്തില്ലേ? ചേട്ടന്റെ പേരെന്തായിരുന്നു? സുരേഷ്. സുരേഷ് ചേട്ടൻ എത്ര വർഷമായി? 15 വർഷമായി. 15 വർഷമായിട്ട് പുലിയാവുന്നുണ്ട്. ആണ്. ഭയങ്കര സീരിയസ് പുലിയാണല്ലേ? തൃശ്ശൂർ പൂരം കഴിഞ്ഞ പിന്നെ നമ്മുടെ പുലിക്കളി തന്നെയാണ്. ഒരു വർഷമായിട്ടുള്ള ഒരു ഇതാണല്ലേ? നമ്മൾ പറയും കാവിലെ പാട്ട് മത്സരത്തിന് കാണാം, അതേപോലെ നമ്മൾ പറയാറ് അടുത്ത പൂരത്തിന് കാണാൻ കെട്ടിയെ, അങ്ങനെയാണോ? അങ്ങനെ തന്നെയാണ്. എന്നാൽ ഈ പുലി ഭയങ്കര സീരിയസ് പുലിയാണ്. ഇവിടെ ഒരു കുട്ടി പുലിയുണ്ട്. ഇത് കുട്ടി പുലിയാണോ അല്ലെ ചെറിയാണോ? 6 പാക്ക് പുലിയാണോ? ഞങ്ങളുടെ 6 പാക്ക് പുലിയായിരുന്നു. കല്യാണം കഴിഞ്ഞു 6 പാക്ക് മാറി. അല്ല, അപ്പൊ ഈ കല്യാണം കഴിഞ്ഞു കഴിഞ്ഞാല് 6 പാക്ക് പോവോ? അങ്ങനെ ഒരു സംഭവം ഉണ്ടോ? നല്ല ഭാര്യമാരാണെങ്കിൽ നല്ല ഭക്ഷണം കൊടുത്താൽ 6 പാക്ക് പോകും. ഈ പുലിക്ക് എന്തൊരു നാണം? പുലി സംസാരിക്കില്ലേ? പിന്നെ സംസാരിക്കും. അപ്പൊ ഈ 6 പാക്ക് മാറാനുള്ള ഒരു കാരണം എന്താ? ഭാര്യ തന്നെയാണോ? അത് പറഞ്ഞ പോലെ നല്ല ഭക്ഷണം തന്നുകൊണ്ട്. അപ്പൊ അത്രയും കാലം നല്ല ഭക്ഷണം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല? അത് കിട്ടിയിരുന്നു. അങ്ങനല്ല, ഇതൊരു പ്രത്യേക സാഹചര്യത്തിൽ വന്നുള്ളൂ. പ്രേക്ഷകർ ശ്രദ്ധിക്കുക, ഇത് നമ്മുടെ 6 പാക്ക് പുലിയായിരുന്നു. പക്ഷെ കല്യാണം കഴിച്ചതോടുകൂടി ആ 6 പാക്ക് പോയതാണ് പുലി പറയുന്നത്. പുലിയുടെ പേരെന്താ? ഗോഡ്സൺ. ഇത് എന്ത് പുലിയാണ്? ഇത് ജാഗൂർ പുലി. ജാഗൂർ പുലിയുടെ പ്രത്യേകത എന്താ? 4 കുത്തില് സെന്ററിൽ ഒരു റെഡ് കളർ വരും. ഈ 6 പാക്ക് പൊക്കിയ ഭാര്യ വന്നിട്ടുണ്ടോ? വന്നിട്ടില്ല. ആദ്യമായിട്ടാണോ ഇറങ്ങണത്? അല്ല, 4ാമത്തെ വർഷം. 4ാമത്തെ വർഷമാണ്. എങ്ങനെ ഉണ്ടായിരുന്നു കഴിഞ്ഞ 4 വർഷം? നന്നായി. അതിലൊരു വർഷം നമ്മള് കൊറോണ പ്രശ്നങ്ങളായതുകൊണ്ട് നമ്മള് വെറിച്ച് പുലിക്കളിയായിരുന്നു. ബാക്കി 2 വർഷം റൗണ്ടിലായിരുന്നു. എനിക്ക് തോന്നി കൂട്ടത്തില് ഏറ്റവും വയറ് കുറഞ്ഞ പുലിയാണല്ലേ? അത് ശരിയാണ്. 6 പാക്ക് ഉണ്ടായിരുന്നു, പോയി. 6 പാക്ക് പോയ പുലിയാണ്. ഓക്കെ. ചേട്ടാ പേരെന്താ? എന്റെ പേര് ജയൻ. ആള് നല്ല പാട്ടുകാരനൂടെയാണ്. ആളൊരു പാട്ടും പാടും. അപ്പൊ നമുക്ക് ആളുടെ പാട്ട് കേട്ടിട്ട് വരാം. അപ്പൊ നമുക്ക് ഇവിടുത്തെ കുട്ടിപ്പുലിയുടെ പാട്ട് കേൾക്കാം. പേരെന്തായിരുന്നു? ഗോഡ്സൺ. ഗോഡ്സന്റെ ഒരു പാട്ടായാലോ? ഗോഡ്സൺ പുലിയുടെ പാട്ടല്ലേ? വരിക 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 ദൈവമേ, ദൈവം തെളിയോ ദേവ, തെയ്യോം തക തെയ്യത്ത കിഴക്കൂതിക്കേണ സൂര്യ ഭഗവാനെ, ഞാനൊന്നു കൈ തൊഴുന്നേ
തെയ്യോം തക തെയ്യത്താ. താങ്ക് യു. ഓക്കെ, അപ്പം നമ്മള് 6 പാക്ക് പോയ ഒരു ചെറിയ 6 പാക്ക് ഉള്ള പുലിയുടെയാണ് കേട്ടത്. നമുക്കിതാ ഇവിടെ നമ്മുടെ വലിയ നേരത്തെ നമ്മൾ പരിചയപ്പെട്ട ചേട്ടന്റെ പേര് ഞാൻ മറന്നു. ആൻഡു പുലിച്ചേട്ടനാണ് അല്ലേ? ഉപ്പുലിയാണ് അല്ലേ? ഉപ്പുലിയാണ് ഇവിടുത്തെ. ഓക്കെ, അപ്പൊ ചേട്ടൻ നന്നായിട്ട് പാട്ടൊക്കെ പാടും. ഞാൻ തൊട്ട് കഴിഞ്ഞ പെയിന്റൊക്കെ പോവോ? പക്ഷെ കൊള്ളാം, എനിക്ക് വയറ് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഓക്കെ, ചേട്ടാ ഒരു പാട്ടായാലും നമുക്ക്. ചേട്ടാ അടിപൊളി പാട്ടുകാരനാണ്. ഓക്കെ, ഓടപ്പുഴം പോലൊരു പെണ്ണിനെ വേണ്ടി ഞാൻ ഓടപ്പുഴ ആകെ അലഞ്ഞോരാണ്ടി, ആത്മാർത്ഥമായി ഞാൻ സ്നേഹിച്ച കാരണം നിന്നെ കുറിച്ചുള്ളതായിരുന്നു. ഓടപ്പഴം പോലൊരു പെണ്ണിനെ വേണ്ടി ഞാൻ ഓടപ്പുഴ ആകെ അലഞ്ഞോരാണ്ടി, ആത്മാർത്ഥമായി ഞാൻ സ്നേഹിച്ച കാരണം നിന്നെ കുറിച്ചുള്ളതായിരുന്നു. ഒരു തേപ്പ് കിട്ടിയ പുലിയാണോ? ആണോ? ഒരു തേപ്പൊക്കെ കിട്ടിയ പുലിയാണോ? എന്തിനു തേപ്പ്? തേപ്പ് എന്താന്ന് അറിയില്ല. അല്ലൊരു നിരാശയൊക്കെ ഉണ്ടല്ലോ പാട്ടിലൊക്കെ. അതല്ല മണിരല്ലേ, മണിരല്ലേ പാട്ടല്ലേ? അത്രേ ഉള്ളൂ. മണിച്ചേട്ടന്റെ പാട്ടായതുകൊണ്ട് പാടിയുള്ളൂ. മണിച്ചേട്ടന്റെ ഫാനാണ്. മണിച്ചേട്ടന്റെ ഫാനൊക്കെ തൃശ്ശൂരുകാരുണ്ടോ അല്ലേ? ഉണ്ടായിരുന്നു ആളുടെ കൂടെ. ആളെ പള്ളിയിലെ കുക്കായിരുന്നു. അവരായിട്ട് വലിയ അടുപ്പാ. മണിച്ചേട്ടന്റെ പാട്ട് കേൾക്കാത്ത തൃശ്ശൂരുകാരുണ്ടോ? അവർ ഇഷ്ടപ്പെടാത്ത ആളുണ്ടോ? ഇല്ല, എല്ലാവർക്കും ഇഷ്ടമുള്ളൂ. അതാണ്. അപ്പം മണിച്ചേട്ടന്റെ പ്രിയപ്പെട്ട ആളുകൾ കൂടിയാണ് നമ്മൾ കാണുന്നത്. നമുക്ക് ഇനി നമുക്ക് നവമിയിലേക്ക് കൂടി പോകണം. നവമി ഒരു ദേശത്തിന്റെ കൂടെയുണ്ട്. നവമി, ഗുഡ് മോർണിംഗ്. നമ്മൾ എന്തായാലും ഇന്നത്തെ ദിവസം നമ്മൾ കളറാക്കാൻ പോവുകയാണ്. കുറേ പുലികളുടെ കൂടെയാണ്. എന്റെ കൂടെ 6 പാക്ക് ആയ ഒരു പുലി പോലുണ്ട്. പക്ഷെ കല്യാണം കഴിച്ചതിന് ശേഷം ആ പുലിയുടെ 6 പാക്ക് ഒക്കെ പോയിന്നാണ്, ആ പുലിയുടെ 6 പാക്ക് ഒക്കെ പോയിന്നാണ് പറയണത്. അവിടെ വെറൈറ്റി പുലികളുണ്ടോ നവമി? ഞാനിപ്പോൾ നിൽക്കുന്നത് വിയു യുവജന സംഘത്തിനോടൊപ്പമാണ്. ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങൾ കാണുന്നത് മന്ത്രി കെ രാജൻ ഈ പുലി വര തൊട്ട് ഇങ്ങനെ പുലിക്ക് പെയിന്റ് അടിച്ചുകൊണ്ടിരിക്കുന്നതാണ്. കാണാൻ നല്ല എന്ത് ഭംഗിയല്ലേ, വലിയ വയറൊക്കെ ആയിട്ട് വലിയ കുമ്പയൊക്കെ ആയിട്ട് ഒരു പുലി ഇവിടെ പകുതി പെയിന്റൊക്കെ ആയിട്ട് വരയൊക്കെ ഇവിടെ നിൽക്കുകയാണ്, ഉഷാറായിട്ട് നിൽക്കുകയാണെന്നാണ് പറയുന്നത്. എന്തായാലും ആ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. പുലിക്ക് ഷേക്ക് ഹാൻഡൊക്കെ കൊടുത്ത് ആദ്യമായിട്ടായിരിക്കുമല്ലേ നമ്മൾ സാധാരണ പുലി വരുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ ഓടുകയാണ്. പക്ഷേ തൃശ്ശൂരിൽ പുലി ഇറങ്ങുമ്പോൾ അത് ആളുകളൊക്കെ കാണാൻ വരും. മിനിസ്റ്ററെ, അങ്ങനെ പുലിക്ക് വര വരച്ചിരിക്കുകയാണ്. പുലിക്ക് വരല്ല പ്രശ്നമില്ല, ഇനി കുറച്ചുകൂടി സൂക്ഷ്മതലത്തിൽ വരയ്ക്കും. പുലിയുടെ വയറിന്റെ അവിടെയായിരിക്കും പുലിയുടെ ഈ കാണുന്ന നാവും അതിന്റെ പല്ലും അതിന്റെ രോമങ്ങളൊക്കെ വരുന്നത്. വളരെ സൂക്ഷിച്ച് ചെയ്യേണ്ട ഒരു പെയിന്റിംഗ് ആണ്. ഇപ്പൊ രഘു ഇവിടെ സാധാരണ എല്ലാ സ്ഥലത്തും കാണുന്ന ഒരു പുലി കലാകാരനാണ്. പക്ഷേ രഘു ഒരു ഡെവലപ്മെന്റ് ഓഫീസറായിട്ട് വർക്ക് ചെയ്യുന്ന തൃശ്ശൂരിന്റെ പ്രതീകമായിട്ടുള്ള ഒരു ആളാണ്. അപ്പോൾ ഇതൊരു കമ്മിറ്റ്മെന്റ് ആണ്. പുലി മടകളിൽ പുലി നടത്തുന്നത് ഒരു കമ്മിറ്റ്മെന്റ് ആണ്. ആ കമ്മിറ്റ്മെന്റിനോടൊപ്പം ഇങ്ങനെ മുന്നോട്ട് പോവുക എന്നുള്ളത് തൃശ്ശൂർക്കാരെ സംബന്ധിച്ചിടത്തോളം ആഹ്ലാദമാണ്. സാധാരണ പുലിയെ കണ്ട പേടിയാണ്. പുലി നഗരത്തിൽ ഇറങ്ങി എന്നൊക്കെ പറഞ്ഞാൽ ഒരു വാർത്തയാണ്. ഇത് പുലി നഗരത്തിൽ ഇറങ്ങാത്തത് എന്ത് എന്ന് ചോദിച്ച് രാവിലെ മുതൽ ആളുകൾ കാത്തിരിക്കുകയാണ്. രാവിലെ മുതൽ ആളുകളുടെ കാത്തിരിപ്പ് ഈ പുലികളെ ഒന്ന് കാണാനാണ്. ഇപ്പൊ രഘുവിനെ നമ്മൾ ഇങ്ങനെ കണ്ടല്ലോ, രഘു കുറച്ചുകൂടി കഴിയുമ്പോൾ അടിമുടി പുലിയാകും. മുഖത്ത് പുലിവേഷം വരും, കാലിൽ പുലിയുടെ ഷൂസ് വരും. ഇതൊക്കെ കൂടി വരുമ്പോൾ രഘുപുലി മാറുന്നൊരു പുലിയാകും. ശരീരത്തിന്റെ ഓരോ സൂക്ഷ്മ നാഡികളെയും സൂക്ഷ്മ രോമകൂപങ്ങളെയും ബന്ധിപ്പിക്കുന്ന വിധത്തിലാണ് ഈ പെയിന്റ്. നമ്മളിന്ന് ന്യൂസ് മലയാളം, ന്യൂസ് 18 ഒക്കെ വളരെ സ്നേഹപൂർവ്വം ഇതെല്ലാം കണ്ട് ആഘോഷിച്ചിട്ട് അങ്ങ് നമ്മൾ തിരിക്കും. പക്ഷെ ഇവര് തിരിക്കില്ല. നമ്മൾ നമ്മുടെ മടകളിൽ പോയി കിടന്നുറങ്ങുമ്പോഴും ഇവര് ശരീരത്തിലെ ഓരോ അണുക്കളിലുമുള്ള ഈ പെയിന്റ് ഒന്ന് ഇളക്കി കളയാൻ വേണ്ടിയിട്ടുള്ള വലിയ പ്രശ്നങ്ങളിലായിരിക്കും. ഇത്തവണ വലിയ സസ്പെൻസുകളും ആഹ്ലാദങ്ങളും ആരവങ്ങളുമുള്ള ഒരു പുലിക്കളിയായിരിക്കും. കുറച്ചു കാലത്തിന് ശേഷം വളരെ ആഹ്ലാദമുള്ള ഒരു പുലിവേഷങ്ങളായിരിക്കും. കാരണം ഒരുപാട് രഹസ്യങ്ങൾ ഇവർ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട്. ആ രഹസ്യങ്ങൾ ഇപ്പം ഞങ്ങൾ പറയില്ല. തിരുവമ്പാടിയും പാറമേക്കാവും പൊട്ടുന്ന ഉയർത്തുന്ന നേരത്ത് മാത്രം സൂക്ഷിക്കുന്ന കൊട പോലെ പുലിക്കളിയിൽ രഹസ്യങ്ങളുണ്ട്. ഉച്ച കഴിയുമ്പോഴേക്കും പതുക്കെ പതുക്കെ നിങ്ങൾക്കത് മനസ്സിലാകും. പക്ഷെ യഥാർത്ഥത്തിൽ മനസ്സിലാക്കണമെങ്കിൽ അരമണിക്കിലേക്ക് പിന്നെ കാട്ടിലിറങ്ങിയതുപോലെ തേക്കും കാടിന് ചുറ്റും ഇവർ ഇറങ്ങുമ്പോഴാണ്
യുവന്മാരുടെ കയ്യിൽ ഇതൊക്കെ ഉണ്ടായിരുന്നല്ലോ എന്ന് മനസ്സിലാക്കുന്നത്. യുവജന സംഘത്തിന്റെ ടാബ്ലോ നിങ്ങൾ പുറത്ത് കാണും. ടാബ്ലോ കണ്ട് സാധാരണ നിലയിൽ പിരിയും. പക്ഷെ ടാബ്ലോ റോട്ടിലിറങ്ങിയാൽ ടാബ്ലോന്റെ സ്വഭാവം മാറും. അങ്ങനെ ഏറ്റവും ഗംഭീരമായിട്ടുള്ള ഈ നടപടിക്രമങ്ങളിലൂടെ പുലിക്കളി പോവുകയാണ്. പുതിയ ചെറുപ്പക്കാർ വരുന്നു, അതാണ് നമുക്ക് ഏറ്റവും ആഹ്ലാദമുള്ള കാര്യം. അത് കഴിഞ്ഞ കുറെ കാലത്തിന് ശേഷം ആദ്യമായിട്ടാണ് 2 പുതിയ സംഘങ്ങൾ കൂടി തവണ വരുന്നു. 9 സംഘങ്ങളായി മാറുന്നു. ഇതെല്ലാം കൂടി നമുക്ക് ഗംഭീരമാക്കും. 51 പേരടങ്ങുന്നതാണ് ഓരോ സംഘവും. 9 തലങ്ങളിലായി. അങ്ങനെ വരുമ്പോൾ തന്നെ 459 പേര് പുലികളാകും. തവണ പെൺപുലികളുണ്ടാകും, അംഗവൈകല്യത്തെ മറികടക്കുന്ന പുലികളുണ്ടാകും, പിന്നെയും ഒരുപാട് സസ്പെൻസ് ഉണ്ടാകും. അത് സുർഷൂക്കാർ സ്വകാര്യമായിട്ട് കാത്തുവച്ചിരിക്കുകയാണ്, നിങ്ങളോട് ഇപ്പൊ പറയില്ല. ഒപ്പം തന്നെ ഓരോ തവണയും നമുക്ക് പുലിക്കളി കാണുമ്പോൾ തന്നെ അടുത്ത വർഷവും നമുക്ക് എന്താണെന്നുള്ള ഒരു ആവേശം കൂടുന്ന ഒരു കാഴ്ച കൂടിയാണ്. അത് ഉറപ്പായിട്ടും ഈ പുലിക്കളി നിന്നു പോകുമോ എന്ന് പേടിച്ചവരുണ്ട്. 5 പുലിയായിട്ട് ചുരുങ്ങിയതുണ്ട്, 5 സംഘങ്ങളായിട്ട് ചുരുങ്ങിയതുണ്ട്. വീണ്ടും അവിടെ നിന്ന് എല്ലാവരും കൂടി സംഘം ചേർന്ന് ഇവരെ കൊണ്ടുവരികയാണ്. ആ കലാകാരന്മാരാണ് ഈ പുലിക്കളിയുടെ ഭാവി നിശ്ചയിക്കുന്ന ദോത്തമായിട്ടുള്ള സംവിധാനം. അതെ, മിനിസ്റ്റർ പറഞ്ഞത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പുലിക്കളി നിന്നു പോകുമോ എന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്ന കാലത്താണ് ഓരോ പുലികളുടെ എണ്ണം, പുലിക്കളിക്കാരുടെ എണ്ണം, സംഘങ്ങളുടെ എണ്ണം ഇങ്ങനെ കൂടി വന്നുകൊണ്ടിരിക്കുകയാണ്. ഭവ്യ, നമ്മുടെ ഇവിടെ പുലിച്ചേട്ടൻ റെഡി ആയിട്ടുണ്ട്. ചേട്ടാ, മിനിസ്റ്റർ പറഞ്ഞു ഒരു ഉദ്യോഗസ്ഥനാണ്, എങ്ങനെയാണ് ഈ പുലിക്കളി ആവാലും പുലിക്കളിയുടെ വേഷം കെട്ടാൻ അല്ലെങ്കിൽ ഈ ഒരു മേഖല അത്രയും ഇഷ്ടപ്പെടാനുള്ള ഒരു കാര്യം എന്താണ്? 29 വർഷമായിട്ട് ഈ മേഖലയിലുണ്ട്. അത് പുലിക്കളിയോടുള്ളൊരു ആവേശം. അതായത് ഒരു ദിവസം കാണാൻ വന്നിട്ട് വേഷം എടുത്ത് കാണാൻ വന്നപ്പോൾ അന്ന് വേഷം എടുത്ത് തുടങ്ങിയതാണ്. അങ്ങനെ ഇതേവരെ മറ്റേ കൊറോണയ്ക്കും വെള്ളപ്പൊക്കത്തിനും പുലിക്കളി ഇല്ലാത്ത വർഷങ്ങളിൽ മാത്രമാണ് ഞാൻ വേഷം ഇടാതെ ഇരുന്നിട്ടുള്ളൂ. ഈ വേഷം കൊണ്ട് ഇന്ത്യയിലെ ഒട്ടുക്ക് ഡൽഹിയും പഞ്ചാബ് ഒഴികെ എല്ലാ സ്റ്റേറ്റിലും പുലിക്കളി കൊണ്ടെത്തിച്ചിട്ടുണ്ട്. തൃശ്ശൂരിന്റെ സ്വന്തം കലേനെ നിലനിർത്താനായിട്ട് നമ്മൾ പരമാവധി പരിശ്രമിക്കുന്നു, മാത്രമാണ്. അതെ, നിങ്ങളെപ്പോലുള്ള ഒരുപാട് കലാകാരന്മാരാണ് ഈ ഇത്തരത്തിലുള്ള കലാരൂപങ്ങൾ ഇപ്പോഴും മുന്നോട്ട് കൊണ്ടുപോകുന്ന, അല്ലെങ്കിൽ ആളുകൾക്കൊക്കെ വലിയ സന്തോഷം. ഇപ്പോൾ പുതിയ തലമുറ ഏറ്റെടുത്ത് തുടങ്ങിയിട്ടുണ്ട്. കാരണം വെച്ചാൽ പഴയ പോലെയല്ല, ഇപ്പോൾ ഉത്സവങ്ങൾക്ക് പുലിക്കളി വെക്കുന്നുണ്ട്. ആദ്യമൊക്കെ 4 നാളിൽ മാത്രമാണ് പുലിക്കളി ഇറങ്ങിയിരുന്നത്. ഇപ്പം എല്ലാ ഉത്സവങ്ങൾക്കും പുലിക്കളി ഇറങ്ങുന്നുണ്ട്. അങ്ങനെ പുതിയ തലമുറ, പുതിയ ആളുകൾ വരുന്നു, പുതിയ ടീമുകൾ വരുന്നു, വേഷടാനായിട്ട് ആളുകൾ വരുന്നു. കൊച്ചു കുഞ്ഞുങ്ങൾ വരെ വേഷടാൻ ആവശ്യം കാണിക്കുന്നു. അതേപോലെ പുതിയ ടീമുകൾ ഇപ്പോൾ കഴിഞ്ഞ തവണ 6 പെൺപുലികൾ വരുന്നു. അതൊക്കെ നല്ലതാണ്. കാരണം ഈ ഒരു കലയെ നിന്ന് പോകുമെന്നൊരു പേടിച്ചിരുന്നൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് മാറി ഇപ്പോൾ നല്ല രീതിയിലേക്ക് പുരോഗമിക്കുന്നുണ്ട്. വിയൂർ സംഘത്തിൽ തന്നെ ദേശത്ത് തന്നെയായിരുന്നോ എല്ലാ തവണയും, അതോ മാറി ഉണ്ടാവും? കാരണം വെച്ചാൽ ചില ടീമുകൾക്ക് ചില കൊല്ലം ഇറക്കാൻ പറ്റാത്ത സാമ്പത്തികം അത്രയും ഇപ്പോൾ ഒരു ഇതൊക്കെ സഹായം കിട്ടുന്നുണ്ട്. ആദ്യം അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. കയ്യിൽ നിന്ന് എടുത്തിട്ടാണ് എല്ലാ പുലി സംഘങ്ങളും ഇത് നടത്തിയിരുന്നത്. അപ്പം അങ്ങനെ വരുമ്പോൾ എല്ലാ പ്രാവശ്യവും ഇറക്കാൻ പറ്റാത്തവരും, അങ്ങനെ ഞാൻ ഏകദേശം 11 ടീമുകളിൽ ഞാൻ കളിച്ചിട്ടുണ്ട്. ഈ പെയിന്റിന്, ഇത്തവണത്തെ പെയിന്റിന് എന്തോ ഒരു പ്രത്യേകത ഉണ്ടെന്ന് പറഞ്ഞു, അതെന്തായിരുന്നു? അത് പെയിന്റിന്റെ പ്രത്യേകത നമുക്ക് ഞങ്ങളെ പറയാൻ പറ്റില്ല. പിന്നെ ഈ വയർ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട്, വയർ മെയിൻറ്റെയിൻ ചെയ്യാൻ ഒന്നും ചെയ്യില്ല. ഞാൻ അത്യാവശ്യം എക്സസൈസ് ഒക്കെ ചെയ്യുന്ന ആളാണ്. ഒരു 10-20 കിലോമീറ്ററൊക്കെ സൈക്കിൾ ചവിട്ടുന്ന ആളാണ്. എൻ്റെ വീട്ടിലേക്ക് ബസ് ഇറങ്ങിയിട്ട് 1 കിലോമീറ്റർ നടന്നിട്ട് വേണം വീട്ടിലെത്താനായിട്ട്. അപ്പോൾ ദിവസം 2 പ്രാവശ്യം കടയിൽ വരണമെങ്കിൽ 1 കിലോമീറ്റർ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കണം. അത് കുന്നും മലയ്ക്കുള്ള ഈ വയറ് കുറയില്ല. ഇത് കാരണം വെച്ചാൽ ചെറുപ്പം മുതലേ ഉള്ളതാണ്. അന്ന് മുതൽ കൂലിപ്പണിക്ക് പോകുന്ന സമയങ്ങളുണ്ടായിരുന്നു. ആ സമയത്തും ഈ വയറിങ്ങനെ ഉണ്ടായിരുന്നു. ഈ വയറൊരു അനുഗ്രഹമായിട്ട് തന്നെ നിൽക്കുന്നുണ്ട്. അപ്പൊ എത്ര മണിക്ക് ഇത് പെയിന്റ് ഫുൾ അടിച്ചു കഴിയും? ഇത് ഏകദേശം 4 മണിയോടുകൂടി മുഴുവനാവുള്ളൂ. 4 മണിയാവും. അത്രയും ഡീറ്റെയിൽ ആയിട്ട് ചെയ്യണം. അല്ലാണ്ട് ഇത് ഒരു ചുമരുമ പെയിന്റ് അടിക്കുന്ന ആൾക്ക് അല്ലെങ്കിൽ പടം വരയ്ക്കുന്ന ആൾക്ക് ഇത് ചെയ്യാൻ പറ്റില്ല. കാരണം വെച്ചാൽ മനുഷ്യ ശരീരത്തിന്റെ 24 മണിക്കൂർ അനങ്ങുന്ന ഭാഗമാണ് വയറ്. ആ വയറുമ്മലാണ് ഇതിൽ പ്രത്യേക വരകൾ വരുന്നത്. ഏറ്റവും കൂടുതൽ ശ്രദ്ധിച്ച് ചെയ്യേണ്ട കാര്യം അതാണ്. അപ്പൊ അങ്ങനെ ആ അനങ്ങുന്ന ഇതുമേ ഒരു പുലിനെ ഒരുക്കിയിട്ടുണ്ടാക്കണമെങ്കിൽ ആ കലാകാരന്റെ കഴിവ് തന്നെയാണ്. അപ്പൊ നമുക്ക് ആശാനോടും കൂടി കൂടുതൽ കാര്യങ്ങൾ ചോദിക്കാം. രാജൻ ആശാന് നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ആശാന് 60 വർഷത്തിലധികമായി ഉണ്ട് അല്ലെ ഈ പുലി മേഖലയിലും? അല്ല, 60 ഇല്ല, ഞാൻ അത്രയും പ്രായമില്ല കേട്ടാ. എന്നാലും വളരെ ചെറുപ്പത്തിൽ തന്നെ ഒരു 40 വർഷത്തോളം ആയിട്ടുണ്ട്. കാണുമ്പോ അത്ര പ്രായം തോന്നിയില്ല. അല്ല, നേരത്തെ ഞാൻ ചോദിച്ചപ്പോ എനിക്ക് 60 എന്നാ കേട്ടത്. സെയിം മോഡലാണ് ഞങ്ങള്. അപ്പോ 40 വർഷത്തെ
ഒരു പരിചയമുണ്ട്. വളരെ ചെറുപ്പത്തിൽ തന്നെ സ്കൂൾ കാലഘട്ടത്തിൽ തന്നെ പുലിവേഷം വരയ്ക്കാൻ വന്നിട്ടുണ്ട്. പുലി കളിച്ചിട്ടുണ്ട്? അല്ല, പുലി വേഷം വരയ്ക്കാൻ മാത്രമേ വന്നിട്ടുള്ളൂ. എനിക്കൊന്ന് അമ്മാവനാണ് നേരത്തെ 60 പറഞ്ഞത്. ഇത്തവണത്തെ പെയിന്റിന് എന്തെങ്കിലുമൊക്കെ പ്രത്യേകത? 55 പറഞ്ഞു, 5 കൂട്ടി. ഇത്തവണത്തെ പെയിന്റിന് ഇല്ല, പെയിന്റൊക്കെ സ്ഥിരം നമ്മൾ അരച്ച് പതിവ് പോലെ തന്നെ വാർണിഷൊക്കെ മിക്സ് ചെയ്ത് മറ്റു കളറുകളൊക്കെ മിക്സ് ചെയ്ത് സ്ഥിരം തന്നെ. മറ്റു പുലികളൊക്കെ ഇവിടെ ആരെയും കണ്ടില്ല? ഉണ്ട്, ഓരോരുത്തരും അതിനുള്ള തയ്യാറെടുപ്പിന് വേണ്ടി. 4 മണിയാകുമ്പോ എല്ലാരും റെഡിയാവും. പിന്നെ വളരെ ഫാസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ. അങ്ങനെയാണ് ഭവ്യ ഇപ്പോൾ വിയൂരിലെ കാര്യങ്ങൾ. അവിടെ ഓരോ പുലികളെ ആയിട്ട് പെയിന്റ് അടിച്ചുകൊണ്ടിരിക്കുകയാണ്. വൈകുന്ന 4 മണിയോടുകൂടി, ഒരു 2 മണിയോട് കൂടുമ്പോഴത്തേന് ഇതെല്ലാം പൂർണ്ണമാകും. നമ്മുടെ പുലിക്കുട്ടികൾ എല്ലാവരും അങ്ങനെ തയ്യാറായി നിൽക്കുകയാണ്. ഭവ്യ, അതാണ് നവമി. എന്തായാലും ഞാനും നിൽക്കുന്നത് നമ്മുടെ അയ്യന്തോൾ ദേശത്ത് നമ്മുടെ പുലിച്ചേട്ടന്മാരുടെ പുപ്പുലികളുടെ മൂത്താപ്പ പുലികളുടെ ഒക്കെ കൂടെയാണ്. ഇതാ കണ്ടില്ലേ, ഒരു ചേട്ടൻ നല്ല മീശയൊക്കെ വെച്ച്. ഈ മീശ പണ്ടേ ഉള്ളതാണോ? അല്ല, ഈ ഓണത്തിന് വേണ്ടി വെച്ചതാ. കരയിട്ട്? സത്യമായിട്ടും. അയ്യോ, ഞാൻ വിചാരിച്ച ട്രോളിയതാണെന്ന്. അല്ല, ശരിക്കും. പിരിക്കോ അത്? പിന്നെന്താ, പിരിച്ചു നോട്ടെ. സൂപ്പർ. ഇത് ഈ പുലിയുടെ മീശയാണല്ലേ? പിന്നെ പുലിക്ക് മീശ ഉണ്ടോ ശരിക്കും? പിന്നെ ഇല്ലേ? ഉണ്ടല്ലേ? അതാണ്. അപ്പൊ എന്തായാലും നവമിയുടെ വിശേഷങ്ങൾ അറിഞ്ഞു. ഇനി അനുമോദിലേക്ക് പോകണം. എന്റെ അനുമോദം ഇവിടെ ഒരു രക്ഷയില്ല. ഇതാ അയ്യന്തോൾ ദേശത്ത് 51 പുലികളാണ് ഇനി ഇറങ്ങാൻ പോണത്. അല്ലേ ചേട്ടാ? 51 ഒരുപാട് എത്തിയിട്ടില്ല. അതാണ് 51 പുലികൾ ഇങ്ങോട്ട് ഇറങ്ങാൻ പോകും. അരമണി കിളിക്ക് അവർ ഇറങ്ങുന്നത് കാണാൻ വേറെ ലെവലായിരിക്കും. തൃശ്ശൂർ നഗരത്തിനെ എന്തായാലും ഇവര് പൊളിക്കുന്ന അടുത്ത് സംശയമില്ല. അനുമോദം എവിടെയാണുള്ളത്? അവിടുത്തെ വൈബ് എന്താണ്? അവിടെ കുട്ടിപ്പുലികളും സ്ത്രീ പുലികളും ഒക്കെ ഉണ്ടോ? ഭവ്യ, ഞാൻ നിൽക്കുന്നത് സീതാറാമലിന്റെ ദേശത്തെ പുലിമടയിലാണ്. ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്, പുലിമട ഉണർന്നു കഴിഞ്ഞു. പുലിമടയിലെ പുലികളെ ഒരുക്കുന്ന കാര്യങ്ങളൊക്കെ തുടങ്ങിക്കഴിഞ്ഞു. ഓരോ പുലികളും ആശാന്മാരുടെ മുമ്പിൽ ക്ഷമയോടെ നിന്നു കൊടുക്കുകയാണ്. മണിക്കൂറുകളുടെ കാത്തിരിപ്പാണ് ഈ ഒരു പുലിയുടെ രൂപത്തിലേക്കുള്ള ട്രാൻസ്ഫോർമേഷന് വേണ്ടത്. നമ്മളൊപ്പം ഈ ടീമിന്റെ ആളുകളൊക്കെ ചേരുന്നുണ്ട്. കേശദാസെ, അപ്പോൾ നമ്മൾ തുടർച്ചയായ 3ാം വർഷത്തിലേക്ക് അല്ലേ, ഒരു ഇടവേളയ്ക്ക് ശേഷം? തീർച്ചയായിട്ടും 11 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം നമ്മളിപ്പോൾ തുടർച്ചയായിട്ട് മൂന്നാമത്തെ പ്രാവശ്യമാണ്. എന്തൊക്കെയാണ് ഇത്തവണത്തെ നമുക്ക് ഇപ്പോൾ പറയാൻ പറ്റുന്ന രഹസ്യങ്ങളൊക്കെ? കാരണം നമ്മളെ സംബന്ധിച്ചിടത്തോളം എല്ലാ വർഷവും നമ്മൾ അതിൻ്റെ ഒരു പുതുമ നിലനിർത്താറുണ്ട്. അപ്പോൾ അതൊരു സസ്പെൻസ് ആയിട്ട് തന്നെയാണ് ഉണ്ടാവാറുള്ളത്. ഈ വർഷം നമ്മളിപ്പോൾ പ്രത്യേകമായിട്ട് ചെയ്തിട്ടുള്ളത് നമ്മൾ LED-യുടെ ഒരു ഇതാണ്. അതായത് LED ഡിജിറ്റലായിട്ടുള്ള ഒരു പുലിവണ്ടി, അതൊരു പ്രത്യേകതയാണ്. LED പുലിവണ്ടി. അതുപോലെ തന്നെ പുലികളുടെ വസ്ത്രത്തിൽ LED ആയിട്ടുള്ള ഒരു വസ്ത്രം, ഇത് രണ്ടും നമ്മുടെ ഒരു പ്രത്യേകതയാണ് ഈ വർഷത്തെ. അതായത് അല്പം വൈകി കഴിഞ്ഞാലാണ് ഭംഗി കൂടുക. വൈകുന്നോറാണ് അതിന്റെ ഒരു ഭംഗി കൂടുന്നത്. ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ ഏറ്റവും അവസാനം ഇറങ്ങുന്ന ഒരു ടീമാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങളെ സംബന്ധിച്ച് അത് ഏറ്റവും കൂടുതലായി തീരും. ഇവിടുന്ന് 1:30-2 മണിക്ക് ഇറങ്ങില്ലേ? ഇവിടുന്ന് ഒരു 3 മണിക്കാണ് ഞങ്ങൾ ഇറങ്ങുന്നത്. 3 മണിക്ക് ഇറങ്ങി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഒരു 5:30 കൂടിയിട്ടാണ് അവിടെ റൗണ്ടിലേക്ക് പ്രവേശിക്കുന്നത്. 51 പുലികൾ ഇറക്കുന്നു. പെൺപുലികൾ ഉണ്ടായിരിക്കും അല്ലേ? സിംഹങ്ങൾ ഉണ്ടാവുന്ന കേട്ടു. പെൺപുലികൾ സ്വാഭാവികമായിട്ടുണ്ട്. എല്ലാ വർഷവും ഉള്ളതുപോലെ തന്നെ നമ്മുടെ ഈ വർഷവും സിംഹങ്ങളുണ്ടെന്ന് കേട്ടു. അല്ല, 2 സിംഹങ്ങൾ ഉണ്ടാവാറുണ്ട്. അതുപോലെ തന്നെ കുട്ടിപ്പുലികളുണ്ട് 2 പേര്. അവരാണ് നിയന്ത്രിക്കുക, അവരാണ് ഫ്രണ്ടിൽ കളിക്കുക. അപ്പോൾ അത് നമ്മുടെ ഇവിടുത്തെ ആർട്ടിസ്റ്റിന്റെ മകൻ തന്നെയാണ്. അവൻ ഇപ്പം കഴിഞ്ഞ ദിവസം മനോരമയുടെ തന്നെ ഒരു പ്രോഗ്രാമിൽ ഏറ്റവും ബെസ്റ്റ് കിട്ടിയ ഒരു കുട്ടിയാണ്. കുട്ടിപ്പുലിയാണ്. അവൻ ഇപ്പോ 5ൽ പഠിക്കുന്നു. ഇല്ലേ, ഇപ്പൊ കുറച്ച് കഴിഞ്ഞിട്ട്. നമുക്കറിയാം ഈ പുലികളുടെ ഒരു ചരിത്രം എന്ന് വെച്ചാൽ കുറെ കാലം മുമ്പുള്ളതാണ്. പക്ഷേ ഇടക്കാലത്ത് വെച്ച് സാമ്പത്തിക പ്രതിസന്ധിയൊക്കെ രൂക്ഷമായതോടെയാണല്ലോ ഇതിന് മൊത്തം ഒന്ന് തളർന്നത്. ഇപ്പോൾ വലിയ ഒരു സപ്പോർട്ട് കേന്ദ്രത്തിന്റെ ഭാഗത്ത് നിന്ന് സംസ്ഥാനത്തിന് വന്നപ്പോൾ ഒക്കെ കിട്ടുന്നത് എത്രമാത്രം സഹായകമാവുന്നുണ്ട്? അതായത് കഴിഞ്ഞ വർഷം നമുക്കറിയാം ചൂരൽമല ദുരന്തവുമായി ബന്ധപ്പെട്ട് നമുക്ക് സംസ്ഥാന സർക്കാരിന്റെ ടൂറിസത്തിന്റെ ഭാഗത്ത് നിന്ന് സഹായം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ഇപ്രാവശ്യം കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു. അതുപോലെ തന്നെ സൗത്ത് കൾച്ചർ സോണിന്റെ ഭാഗത്ത് നിന്ന് ഒരു 1 ലക്ഷം രൂപയാണ് നമുക്ക് കിട്ടിയത്. ഇപ്പോൾ നമ്മൾ നിരന്തരമായി കേന്ദ്രമന്ത്രി MP-യുടെ അടുത്തും നിരന്തരമായി അപേക്ഷ കൊടുത്തതിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ 3 ലക്ഷം പാസ്സായതായി അറിയാൻ കഴിയുന്നുണ്ട്. അത് കിട്ടാണെങ്കിൽ വലിയ സഹായകരമായും. പിന്നെ തൃശ്ശൂർ കോർപ്പറേഷനാണ് ഇതിലേറ്റവും സഹായകരമായ സാമ്പത്തികമായ സഹായകരമായ പങ്കുവഹിക്കുന്നത്. തൃശ്ശൂർ കോർപ്പറേഷൻ നടത്തിപ്പ് ചുമതല വഹിക്കുന്നത്. അവർ നല്ല സഹായം നമ്മുടെ ഭാഗത്തുനിന്ന്. 15 ലക്ഷം തൊട്ട് ഒരു 20 ലക്ഷം രൂപയാണ് നമ്മുടെ എക്സ്പെൻസ് കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ വന്നിട്ടുള്ളത്.
പലപ്പോഴും തികയാത്ത അവസ്ഥ വരുമ്പോഴാണ് പലപ്പോഴും തികയാത്ത അവസ്ഥയും വീട്ടിലെ അമ്മയുടെയും ഭാര്യയുടെയും ഒക്കെ പണ്ടം പണയം വെക്കുന്ന ഒരു അവസ്ഥ പോലും ഉണ്ടായിട്ടാണ് പല ടീമുകളും ഇതിൽ നിന്ന് മാറിപ്പോകുന്നത്. ഞങ്ങളും ഒരു 11 കൊല്ലത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് ഈ പഠിപ്പിച്ച് 3ാമത്തെ കൊല്ലം നടത്താൻ സാധിക്കുന്നത്. മുഴുവൻ ആളുകളുടെയും ദേശനിവാസികളുടെ സഹായത്തോടു കൂടിയാണ് ഈ പരിപാടി നടത്തുന്നത്. വലിയ ചെലവുള്ള സംഭവമാണ്. നമുക്കിവിടെ മെയ്യെഴുത്ത് പുരോഗമിക്കുന്നുണ്ട്. നമുക്ക് അതിന്റെ വിശേഷങ്ങളൊക്കെ ഒന്ന് കാണാം. ചേട്ടാ, ഇതിപ്പോ ഏത് പുലിയാണ് വരയ്ക്കുന്നത്? ഇതിപ്പോ പുള്ളിപ്പുലി. പുള്ളിപ്പുലിയാണ്. അതെ. എത്ര സമയം എടുക്കും പുലി ഇത് വരച്ചു തീർക്കണം? ഒരാളുടെ മേത്ത് വരച്ചു തീർക്കണം? ഒരാളുടെ മേത്ത് നമ്മളൊരു ഫിഗർ വരയ്ക്കാൻ ഏകദേശം ഒരു അരമണിക്കൂർ വേണ്ടി വരും. പിന്നെ ഉണങ്ങാനാണ് ബാക്കി സമയം അല്ലേ? പിന്നെ അല്ല, അത് കഴിഞ്ഞാൽ ഒരു ഫിഗറിന്റെ കാര്യം പറഞ്ഞു. അതിനുശേഷം നമുക്ക് ഇത് ശരീരത്തിൽ കോട്ടിങ് വേറെ വരും. ഏകദേശം മൊത്തത്തിൽ 1 മണിക്കൂർ പിടിക്കും ഒരു പുലിക്ക്. എത്ര ലെയർ ഉണ്ട്? ഒരു ഫിഗറിലേക്ക് ഒരു 2 ലെയർ, അതേമാതിരി കോട്ടിങ്ങിന് 2 ലെയർ, പിന്നെ ഒരു ലെയർ സ്ട്രൈപ്പ് ആണെങ്കിൽ അത്, അല്ലെങ്കിൽ പുള്ളി, അതിനൊരു സ്റ്റെപ്പ് കൂടി അത് വരും. എത്ര വർഷമായി? ഞാൻ 45 കൊല്ലത്തോളം അതിന്റെ. അന്നത്തെ നിറങ്ങൾ ഇന്നത്തെ നിറങ്ങൾ തമ്മിൽ എന്താ വ്യത്യാസം? അന്നത്തെ നിറങ്ങളിലെ കൂട്ട് മിക്സിംഗ് ഒക്കെ ഒന്ന് തന്നെയാ, പക്ഷെ വരയ്ക്കുന്ന രീതികളൊക്കെ മാറി. പണ്ട് ശരീരത്തിൽ ഇതേമാതിരി ഈ മൃഗങ്ങളുടെ രൂപങ്ങളൊന്നും വരയ്ക്കാറില്ല. ദേവി ദേവന്മാരുടെയും പിന്നെ സൈഡ് സീൻസുകളൊക്കെയാണ് വരച്ചിട്ടുണ്ടായിരുന്നത്. മാല അങ്ങനെയുള്ള സംഭവങ്ങൾ വരച്ചിട്ടുണ്ടായിരുന്നു പണ്ട്. പിന്നെ അത് പരിണാമപ്പെട്ട് ഇത് ഇതിടയ്ക്കെത്തി. അല്ല, മാറ്റങ്ങളൊക്കെ എങ്ങനെയാ കാണുന്നത്? നല്ലതാണോ അതോ ഒഴിവാക്കേണ്ട മാറ്റങ്ങളുണ്ടോ? നമ്മൾ അപ്ഡേഷൻ ചെയ്യാന്ന് പറയില്ലേ, അതന്നെ സംഭവം. അപ്ഡേഷനായിട്ട് വരണല്ലോ, അല്ലാണ്ട് ഡബിൾ ആയിട്ട് പോയില്ലേ. അത് ഇങ്ങനെ നല്ലതായിട്ട് വരണല്ലോ, അതായത് സ്ഫുടം ചെയ്ത് വരണല്ലോ. പണ്ടൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട് ഇത് പെയിന്റ് ഒക്കെ മണിക്കൂറുകൾ അരച്ചെടുത്തിട്ടാണ് തേക്കുന്നത്. ഇപ്പോഴും അവിടെ അമ്മിരിക്കുന്നുണ്ട്. പണ്ടത്തെ അതേ സിസ്റ്റത്തിലല്ലേ പെയിന്റ് നമ്മൾ കൈകാര്യം ചെയ്യുന്നത്. പെയിന്റ് വാർണിഷിൽ മിക്സ് ചെയ്ത് അരച്ച് പാകപ്പെടുത്തിയിട്ടുള്ള പെയിന്റുകളതൊക്കെ. അല്ല, ശരിക്കും എല്ലാവർക്കും സംശയം എന്താ വെച്ചാൽ ഇതിപ്പോ ചുമരമിലടിക്കുന്ന പെയിന്റ് അതിലല്ലോ അടിക്കുക. കാരണം നമ്മൾക്കൊക്കെ ദേഹത്തടിക്കുമ്പോൾ വേർപ്പ് വരും, അപ്പൊ അത് പോകുന്ന അവസ്ഥ ഉണ്ടാവും, വേർപ്പ് ഗ്രന്ഥികളൊക്കെ തടയും. അപ്പോൾ അതിനൊക്കെ ബുദ്ധിമുട്ടുണ്ടാവും ഇത് അടിച്ചു കഴിഞ്ഞാൽ? അതിന് വേർപ്പ് ഗ്രന്ഥി ഒരിക്കലും അടയില്ലാന്ന് തോന്നുന്നു. ഇവര് ഇത് വേഷിട്ട് കഴിഞ്ഞാലും വേർപ്പ് വരും. അതിനാണ് ഫാനിട്ട് കൊടുത്താണത്, വേർക്കാതിരിക്കാൻ. ആ വേർപ്പ് ഇതിന്റെ മുകളിൽ അതിന്റെ ഹോൾസുകൾ ഓപ്പണിലേക്ക് വരും, ഓട്ടോമാറ്റിക്കായിട്ട്. കഴുകിക്കളയാനാണ് വലിയ പാട്. ഏറ്റവും ബുദ്ധിമുട്ട് കഴുകിക്കളയാനാ. ഈ വരക്കിനൊക്കെ പാടാണല്ലേ? അതെ. എത്ര? അപ്പൊ നാളെ രാവിലെ മിക്കവാറും അല്ലേ? എന്താണ് ചേട്ടൻ എത്രാമത്തെ വർഷം പുലിയായിട്ട്? ഞാൻ 7ാമത്തെ വർഷം. 2 കൊല്ലം ഇവിടെ. അല്ല, ഇവിടെ 2 കൊല്ലം. 2 കൊല്ലം. ഏത് പുലിനെ എന്ന് കെട്ടുന്നേ? പുള്ളിപ്പുലി. എന്താണ് ഈ ഒരു വേഷം കെട്ടുമ്പോ ഉണ്ടാവുന്ന ഒരു തോന്നല്? ഒരു ഇത് ഹരാണ്. 7 കൊല്ലം ഞാൻ ഇവിടെ വേഷമിടാൻ തുടങ്ങിയിട്ട്. തൃശ്ശൂർ ജില്ലയിൽ 7 കൊല്ലം. പിന്നെ പോലെ ഉത്തരാടത്തിന്റെ അന്ന് പരിപാടി ഉണ്ടായിരുന്നു, പിന്നെ 2 അന്ന് പരിപാടി ഉണ്ടായിരുന്നു. ഒക്കെ ഇവരായിട്ട് തന്നെയാ. സത്യത്തില് നമുക്ക് ഈ ഒരു പുലിക്കളി കഴിഞ്ഞാലും ഇതേ ഒരു വൈബിൽ ഇങ്ങനെ പോകാൻ പറ്റും അല്ലെ? പലയിടത്തും ഉത്സവങ്ങളൊക്കെ ഉള്ളതുകൊണ്ടും അല്ലെ? പണ്ടത്തെക്കാട്ടിലൊക്കെ ആളുകൾ പുലിക്കളിയെ സ്വീകരിച്ചു തുടങ്ങി അല്ലേ? ഇപ്പൊ എല്ലാവരും ഇതിനെ ഇതാക്കി തുടങ്ങിയിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാലേ എനിക്ക് അത്യാവശ്യം വയറൊക്കെ ഉണ്ട്. നമ്മൾ ഈ വയറ് ആൾക്കാരാണ് ഈ വയറൊക്കെ കുറച്ചുകൂടെ ചോദിക്കും. പക്ഷെ തൃശ്ശൂർ എത്തിക്കഴിഞ്ഞാൽ അങ്ങനെ ഒരു ചോദ്യം ഉണ്ടാവില്ലേ? അങ്ങനെ ചോദിക്കുന്നവരെ തല്ലും. ഇവിടെ വയറ് പൗരുഷത്തിന്റെ ലക്ഷണമാണ്. അതൊക്കെ പണ്ട്. ഇപ്പൊ എല്ലാവരും അങ്ങനെയൊന്നും ഇല്ല. ഇതിപ്പോ ഇതിനു വേണ്ടിട്ട് ആരും വയറ് ആക്കണവരില്ല. വയറുള്ളവർ തന്നെ ഉണ്ട്. അതിന് ഇപ്പൊ നമ്മളും എനിക്ക് ആശ്ചര്യപ്പണിയാണ്. നമുക്ക് വയറുകൊണ്ടൊരു യാതൊരു ബുദ്ധിമുട്ടില്ല. വയറന്മാർക്ക് അംഗീകാരം കിട്ടുന്ന ദിവസം കൂടിയാണ് ഈ പുലിക്കളി ദിവസം. ഇന്നത്തെ ഒരു ദിവസം നമുക്കിവിടെ കാണാം. ഇവിടെയും നിറഞ്ഞ് പുലികളൊക്കെ പല നിറത്തിലുള്ള പുലികൾ, അതിற்கு വേണ്ടിയുള്ള നിറങ്ങളൊക്കെ ഇവിടെ ഇങ്ങനെ നിറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ മറ്റൊരു പുലിയുടെ പുറത്താണ്, മുഖം വരച്ചിട്ടില്ല. എടാ, ഇവിടെ ഏത് പുലിയുടെ നമ്മളേത് പുലി എടുക്കുന്നത്? പുള്ളിപ്പുലിയാണ്. ഈ എപ്പോഴാ ചിത്രം വരച്ചോ? അടുത്ത ചേട്ടനാണോ? ആദ്യം പുറത്താണോ അടിക്കുന്നത്? കോട്ട് ചെയ്ത് തുടങ്ങിയതിനു ശേഷം. എന്താണ് ചേട്ടന്റെ പേരെങ്ങനെയാണ്? അക്ഷയ്. എത്ര വർഷമായി ഇപ്പോ? 2ാമത്തെ വർഷമാണ്. എന്താണ് ഈ പുലിവേഷം കെട്ടാനുള്ള ഒരു കാരണം? ഒരു ഇത് പുലിക്കളി കളിക്കണതാണ്. എവിടെ നാട്? തൃശ്ശൂരാണ്. നന്ദികരനാ, തൃശ്ശൂർ. നമ്മളിത് കണ്ടു വളർന്ന ഒരു കലാരൂപമായതുകൊണ്ട് നമ്മൾ അതിന്റെ ഭാഗമാവുന്നു. എങ്ങനെയാണ്? പണ്ടൊക്കെ പുലിക്കളിക്ക് വന്നിട്ടുണ്ടോ? നിന്നിട്ടുണ്ട്, കുറെ കളി പോയിട്ട്. ഇതിവിടെ 2ാമത്തെ വട്ടമാണ്. അച്ഛനും കൂടി ഉണ്ട്. അച്ഛൻ അവിടെ ഉണ്ട്, ബാക്കിൽ വായിക്കുന്നുണ്ട്.
ആദ്യമായിട്ട് രണ്ടാമത്തെ വട്ടമാണ് കളിക്കാൻ പോകുന്നത്. ഇതിപ്പോ കണ്ണൂർക്കൊക്കെ വളരെ എളുപ്പമാ തോന്നും, പക്ഷെ നാളെ രാവിലെ വരെ നമ്മൾ ഇതിന്റെ ഒരു പ്രയത്നമാണ് അല്ലേ? ഇത് ശരിയായി ലെവല് കപ്പെടുക്കാനാണ് ചിന്തയില്. നമ്മൾ വയറ് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് കേൾക്കുകയാണ് അതോ? അല്ല ഓക്കെ, ഇതാ ഇവിടെ തിരക്കിങ്ങനെ കൂടി വരികയാണ്. നമുക്ക് ഇത് വനിതാപുലി വരുന്നുണ്ട്. വനിതാപുലി വരുന്നുണ്ട്. എല്ലാ വർഷവും ഈ പുലികളുടെ ഭാഗമാണ്. നമസ്കാരമുണ്ട്. നമ്മളിപ്പോ തുടർച്ചയായി 3-ാം വർഷമാണ് വനിതാ പുലിയായിട്ട് വേഷം കെട്ടാൻ വരുന്നത് അല്ലേ? എങ്ങനെയുണ്ടായിരുന്നു മുമ്പത്തെ അനുഭവങ്ങളൊക്കെ? അടിപൊളി. അത് അടിപൊളിയായതുകൊണ്ടല്ലേ നമ്മൾ വീണ്ടും ഇറങ്ങുന്നത്. ആദ്യമൊക്കെ വനിതകൾ പുലിവേഷം കിട്ടുമ്പോ വനിതകൾ വേഷം കിട്ടുമെന്ന ചോദ്യം ആദ്യം കേട്ടിട്ടുണ്ടാവും അല്ലെ? മുമ്പൊക്കെ ഉയർന്നത്. ഇപ്പൊ എങ്ങനെയാ അതൊക്കെ ആയിട്ട് ആളുകളൊക്കെ പൊരുത്തപ്പെട്ടു? പിന്നെ തീർച്ചയായിട്ടും പൊരുത്തപ്പെട്ടു. ഒരുപാട് പേര് വരട്ടെ, പെൺപിള്ളികളായിട്ട് ഒരുപാട് പേര് ഇറങ്ങട്ടെ. ഈ വനിതാപുലിയും ആദ്യം പങ്കെടുപ്പിക്കുന്നതിന് കുറച്ച് ചർച്ചയൊക്കെ ഉണ്ടായിരുന്നു. എന്താ വെച്ചാൽ ഇവര് ഫസ്റ്റ് അയ്യന്തോൾ ടീമായിട്ടാണ് 3 കൊല്ലം മുമ്പ് അയ്യന്തോൾ ടീമായിട്ടാണ് എഗ്രിമെന്റ് വെച്ചിട്ടുണ്ടായിരുന്നത്. അത് കഴിഞ്ഞിട്ട് ഒരു നിമിഷത്തിൽ തലേ ദിവസം അവരടുത്ത് പങ്കെടുക്കാൻ പറ്റില്ല എന്നുള്ള രീതിയിലൊരു സംഭവം വന്നു. അപ്പോൾ ഡിസ്ട്രിക്ട് കളക്ടർ നമ്മളുമായി ബന്ധപ്പെട്ടു. അപ്പോൾ വനിതാ പ്രാതിനിധ്യം എപ്പോഴും എല്ലാത്തിലും നമ്മൾ സംവരണമടക്കം 50% സംവരണം അടക്കം എല്ലാ കാര്യങ്ങളും കൊടുക്കുന്ന സമയത്ത് ഇവരെ അവഗണിച്ച നിലയ്ക്ക് ഇവർ നമ്മളെ സമീപിച്ചപ്പോൾ നമ്മൾ ഇരു കൈയോടുകൂടി സ്വീകരിച്ചു. അതിന്റെ കമ്മിറ്റ്മെന്റ് ആണ് ഈ 3-ാം വർഷം നിമിഷ വിനോദിയുടെ. പിരിച്ചുവിടുന്നോളം വരെ ഞാൻ ഇവരോട് ഉണ്ടാവും. ശരിക്ക് സാധാരണ മണിക്കൂറുകൾ നീളുന്ന ഒരു അധ്വാനമാണുള്ളത്. എങ്ങനെയാണ് ഇതിനെ ആസ്വദിക്കുന്നത്? എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പുലികളി. ഞാൻ കുറേ വർഷങ്ങളായിട്ട് പുലികളി കാണുന്ന ഒരു വ്യക്തിയാണ്. എന്നാലും ഒരിക്കലും ഞാൻ വിചാരിച്ചില്ല ഇവരുടെ കൂടെ ഇറങ്ങാൻ പറ്റുമെന്ന് ഒരിക്കലും വിചാരിച്ചില്ല. പക്ഷെ എനിക്ക് അതിനൊരു അവസരം തന്നത് സീതാറാം വിലുദേശക്കാരും ഒരു ടീംസൊക്കെയാണ്. അത് മാത്രമല്ല ഇരുകൈ നീട്ടി നമ്മളെ സ്വീകരിച്ചു. അവരുടെ കൂട്ടത്തിൽ നമുക്ക് ഭയങ്കര ഫ്രീഡായിട്ട് അവരെ പോലെ ഒരു വ്യക്തിയായിട്ട്, അത് പെണ്ണെന്നൊരു നിലയ്ക്കല്ല, അവരുടെ കൂടെ ഒരാളായിട്ട് തന്നെ നമ്മളെ അവർ ചേർത്ത് നിർത്തി. അവിടെ വന്നപ്പോ തന്നെ കണ്ടില്ലേ, എല്ലാവരും ഭയങ്കര സ്നേഹമാണ്. അംഗീകാരമാണ്. അതെ, തീർച്ചയായിട്ടും. ഏത് വേഷമാണ്, ഏത് പുലിയുടെ വേഷം? അത് നമ്മുടെ വരയ്ക്കുന്ന ആർട്ടിസ്റ്റിനെ അറിയത്തുള്ളൂ. അതെ, അതൊക്കെ സസ്പെൻസ് ആണ്. അതെ, അപ്പൊ ഒരു മണിക്കൂറുകൾ നമുക്ക് ആ വിശേഷങ്ങളൊക്കെ ആയിട്ട് എത്താം. എന്നാണെങ്കിലും പുലിമടകള് ഉണർന്നു കഴിഞ്ഞു, ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ പുലികളായി ഓരോ മനുഷ്യർ മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാലം. അങ്ങനത്തെ കാഴ്ചകളൊക്കെ നമുക്ക് ഇവിടെ കാണാം. ഇനിയുള്ള മണിക്കൂറുകളിൽ ആരാണ്, ഏത് പുലിയാണ് എന്നുള്ളതൊക്കെ നമുക്ക് കണ്ടു തന്നെ അറിയേണ്ടി വരും. എന്നാണെങ്കിലും പുലിമടകളിലെ സസ്പെൻസ് നിലനിർത്തിക്കൊണ്ട് തന്നെ പുലിമടകളിൽ പുലികൾ ഒരുങ്ങുകയാണ്. ഭവ്യ, അതാണ് അനുബോധ. ഇവിടെയും വ്യത്യസ്തമായ പുലികളുണ്ട്. അത് മാത്രം ഒരു അച്ഛൻ പുലിയും ഒരു മകൻ പുലിയും ഉണ്ട്. നമുക്ക് അവരിലേക്ക് വരണം. അതോടൊപ്പം തന്നെ ഇതാ വ്യത്യസ്തമായിട്ട് വെള്ളപ്പുലികളൊക്കെ ഉണ്ട്. ആ വെള്ളപ്പുലിയിലേക്ക് ഞാൻ എത്തിയിട്ടില്ല, അവരേക്കൊക്കെ വരേണ്ടതുണ്ട്. എന്തായാലും നമുക്ക് വളരെ വേഗം ചെറിയൊരു ഇടവേള എടുത്ത് വളരെ വേഗം ഈ പുലികളുടെ പുലികളുടെ വിശേഷങ്ങളിലേക്ക് എത്താം. ഷോർട്ട് ബ്രേക്ക്. ഓണം വന്നോണം വന്നേ, നാടെങ്ങും ഓണം വന്നേ. ും
അങ്ങനെ നമ്മുടെ തൃശൂർ നഗരത്തെ വിറപ്പിക്കുന്നതിനു വേണ്ടി നമ്മുടെ പുലികൾ അങ്ങനെ ഓരോ മടകളിലും തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. സാധാരണ നമ്മൾ പുലി വരുന്നേ എന്ന് പറഞ്ഞാൽ ഓടും. പക്ഷേ ഈ തൃശൂരിലെ പുലികളെ കാണാൻ നാട് മുഴുവൻ കേരളത്തിലുള്ള ആളുകളെല്ലാം, കേരളത്തിൽ മാത്രമല്ല കേരളത്തിന് പുറത്തു നിന്നുള്ളവരെല്ലാം തന്നെ ഉച്ചയോടുകൂടി തൃശൂർ നഗരത്തിലേക്ക് ഒഴുകിയെത്തുമെന്നുള്ളതാണ് എല്ലാ വർഷത്തെയും പോലെ ഇത്തവണത്തെയും പ്രത്യേകത. ഒരുപാട് സർപ്രൈസുകളായിട്ടാണ് ഓരോ ദേശക്കാരും ഇത്തവണ എത്തുന്നത്. നമുക്കിത് ഇവിടെ പുലിയുടെ മുഖം എല്ലാം റെഡിയാക്കി ഇവിടെ വെച്ചിട്ടുണ്ട്. മുഖങ്ങൾ പുള്ളിപ്പുലി ഉണ്ട്, നീല കളറിലെ പുലിയുണ്ട്, യെല്ലോ ഉണ്ട്, കറുപ്പുണ്ട്, പർപ്പിൾ ഉണ്ട്. അങ്ങനെ പല തരത്തിലുള്ള പുലികൾ ഇതെല്ലാവരും ഒരുങ്ങി റെഡിയായി വരുമ്പോൾ തന്നെ കാണാൻ തന്നെ ഭയങ്കര ഭംഗിയായിരിക്കും. ഒപ്പം അവരുടെ മറ്റ് വസ്ത്രങ്ങളും ഒക്കെ ഇവിടെ വെച്ചിട്ടുണ്ട്. നമുക്ക് ഇത്തവണത്തെ ഈ മുഖമൂടികളുടെ പ്രത്യേകത എന്താണെന്നൊന്ന് ചോദിക്കാം. ചേട്ടാ ഒന്ന് ഇരുന്നോ ഒരു മാസ്ക് ഒന്ന് എടുത്ത്. അതെ, ഈ പുലിമുഖത്തിന്റെ ഇത്തവണത്തെ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞല്ലോ. ഞാൻ തന്നെ പറയണം. നമുക്ക് പെയിന്റിങ്ങിന്റെ ഒരു ഗ്ലോ ത്തിലുള്ള പല്ല് സെറ്റ് ചെയ്തിരിക്കണേ. അപ്പൊ അത് രണ്ടുമാണ് നമുക്കൊരു വെറൈറ്റി ആയിട്ട് ഇപ്രാവശ്യം ചെയ്തിരിക്കണേ. നമുക്കിത് ലൈറ്റില് അതായത് ഇതിന്റെ ഗ്ലോ നല്ല രീതിയിൽ ഫീൽ ആവും. ബാലൻസ് എല്ലാം മാറ്റ് ഫിനിഷ് ആണ് ഇതുവരെ എല്ലാ മുഖങ്ങളും പരീക്ഷിച്ചിട്ടുള്ളത്. അതിന് മാറിയിട്ട് നമ്മൾ ഇപ്രാവശ്യം ഒരു ഗ്ലോ ഉള്ള മുഖം പരീക്ഷിച്ചിരിക്കുന്നു. ഇതാണ് ഒരു വെറൈറ്റി. അപ്പൊ എന്തായാലും ഇത്തവണത്തെ ഇതിന്റെ പെയിന്റിങ്ങിലടക്കം രാത്രി ആവുമ്പോഴായിരിക്കും നിമിഷമൊക്കെ കെട്ടി നിർത്താൻ പറ്റാത്ത ഒരു ഘടകം കൂടിയുണ്ട്, താളം. അല്ലെ, ഭയങ്കര ചെണ്ടമേളവും വലിയ ഭംഗിയാണ് കാണാൻ. എന്റെ പൊന്ന് ഗഡി, ഇവിടെ ഒരു രക്ഷയില്ല. തൃശൂർ മുഴുവൻ ഓണാണ്. എന്തായാലും തൃശൂർ നഗരത്തെ പുലി പിടിക്കാൻ ഇനി വളരെ കുറച്ച് സമയം മാത്രമേ ബാക്കിയുള്ളൂ. ഈ പുലികൾ തൃശൂർ നഗരത്തിലേക്ക് അങ്ങ് ഇറങ്ങുമ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ അറിയാം, ഏറ്റവും ഹൈലൈറ്റ് എന്ന് പറയുന്നത് മറ്റാരുമല്ല, ഈ പുലികൾക്കൊപ്പമുള്ള അവരുടെ താളമാണ്. ഇതാ നമുക്ക് പിറകിൽ നിൽക്കുന്ന ഈ ചെണ്ടച്ചേട്ടന്മാരാണ്, ചെണ്ടക്കാരാണ്. നമുക്ക് അവരുടെ വിശേഷങ്ങളിലേക്ക് പോകണം. അതിനു മുൻപ് ഞാനിപ്പോൾ നിൽക്കുന്നത് ഏത് ദേശത്തിന്റെ ഒപ്പമാ? കുട്ടംകുളങ്ങര. അതാണ്, കുട്ടംകുളങ്ങര ദേശത്തിനൊപ്പമാണ്. കുട്ടംകുളങ്ങരയിലെ നമ്മുടെ ചേട്ടന്മാർ നമുക്കൊപ്പം ഉണ്ട്. നിങ്ങൾ ഫുൾ സെറ്റ് ആണല്ലേ? സെറ്റാണ്. നമ്മൾ പറഞ്ഞാൽ ഒരു 9 വർഷത്തിന് ശേഷമാണ് നമ്മളിപ്പോ വരുന്നത്. അപ്പോ ഇറക്കിയ എല്ലാ വർഷവും നമുക്കാണ് 1ാം സ്ഥാനം അടിച്ചിട്ടുള്ളത്. അപ്പൊ അതിൽ പിറകെ നമ്മളിപ്പോ 9 വർഷത്തെ ഗ്യാപ്പ് വന്നു. അപ്പൊ ഈ വർഷം നമ്മൾ പ്രൈസ് അടിക്കാൻ തന്നെയുള്ള പരിപാടിയിലാണ്. 9 വർഷത്തിന് ശേഷം വരുമ്പം 1ാം സ്ഥാനം അടിക്കുന്നുള്ള ആത്മവിശ്വാസത്തിലാണ്. തീർച്ചയായിട്ടും നമ്മളൊരു 3 മാസത്തെ പ്രിപ്പറേഷൻ ഓൾറെഡി ഉണ്ട്. 3-4 മാസമായിട്ട് നമ്മൾ ഇതിന്റെ പിന്നിൽ ഒരു 200ഓളം പ്രവർത്തകർ ഇതിനു വേണ്ടി പിന്നിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കും. ഇവിടെയുള്ളവരും വിദേശത്തുള്ളവരായിട്ട്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഫുൾ പ്രിപ്പയർഡ് ആണ്. ഞങ്ങൾ തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ്. ആരാ വേഷം കെട്ടുന്നേ? ആണോ? തൃശ്ശൂരിലെ പുലിയാണോ ശരിക്കും? ക്ലാസ്സിലെ പുലിയാണോ? ക്ലാസ്സിലെ പുലിയല്ല, തൃശ്ശൂരിന്റെ പുലിയാണ്. എന്നാ വിളിച്ചേ, ഒരു കുട്ടംകുളങ്ങരയ്ക്ക് ഒരു ജയ് വിളിച്ചേ. കുട്ടംകുളങ്ങരയ്ക്ക് ജയ് വിളിക്കേ, കൂടുതലും വിളിക്കേ. അതാണ്, കുട്ടംകുളങ്ങര ഫുൾ വൈബാണ്. അപ്പൊ ചേട്ടാ പറഞ്ഞേ, എല്ലാ ഒരുക്കങ്ങളൊക്കെ പൂർണ്ണമായി? തീർച്ചയായിട്ടും എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി. ഇപ്പൊ ഒരുക്കങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഉച്ചയ്ക്ക് 2 മണിയോടുകൂടി നമ്മുടെ എല്ലാ പരിപാടികളും കഴിഞ്ഞ് നമ്മൾ റൗണ്ടിലേക്ക് കടക്കും. അപ്പൊ നമ്മൾ തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ്. ഇപ്പൊ കപ്പടിച്ചതിന് ശേഷം നിങ്ങൾക്ക് വരാം, ഞങ്ങൾ വീണ്ടും സംസാരിക്കും. ഓക്കെ, അപ്പം കുട്ടംകുളങ്ങര ആവേശം നമുക്ക് പ്രേക്ഷകരിലേക്ക് എത്തിക്കണ്ടേ? അപ്പൊ വിളിച്ചേ, ഒരു ആർപ്പോ വിളിച്ചേ. അതാണ്, കുട്ടംകുളങ്ങര പൂർണ്ണമായ ആവേശത്തിലാണ്. നമുക്കിനി നേരെ നമ്മുടെ ചെണ്ടച്ചേട്ടന്മാരൊക്കെ നമ്മൾ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട്. ചേട്ടാ എന്താ പേര്? അനിൽ. അനിൽ. എത്ര വർഷമായി ചേട്ടാ കൊട്ടുന്നു? ഞാൻ 2000 കൊട്ടുവാണ്. ചേട്ടാ, ഈ നമ്മൾ സാധാരണ ക്ഷേത്രങ്ങളൊക്കെ കാണുന്ന കൊട്ടിൽ നിന്ന് വ്യത്യസ്തമാണ് ഈ പുലിക്കല്ലിയുടെ കൊട്ടെന്ന് കേട്ടിട്ടുണ്ട്, അങ്ങനെ തന്നെയാണോ? തൃശ്ശൂർക്കാരൻ മാത്രം അവകാശമുള്ള കൊട്ടണത്. അത് അമ്പലങ്ങളിൽ കൊട്ടാൻ പറ്റില്ല. അത് ഈ പുലികളിയോട് അനുബന്ധിച്ച് മാത്രം. അത് ഞങ്ങളുടെ തൃശ്ശൂർക്കാരുടെ അവകാശമാണ്. അത്രേ ഉള്ളൂ. അതാണ് തൃശ്ശൂർക്കാരുടെ അവകാശമാണ്. ചേട്ടാ, എന്നാ കൊട്ടൊന്ന് കണ്ടാലോ? എങ്ങനെയാണ് ഈ കൊട്ടൻ? എനിക്ക് അറിയത്തില്ല, നമ്മുടെ പ്രേക്ഷകർക്കും അറിയണ്ടാവല്ലോ. ഒന്ന് കാണിച്ചു കൊടുക്കാം. കൊട്ടാം.
കപ്പും കൊണ്ടുവരുമോ? അവരെല്ലാം ഇറക്കിയ കൊല്ലൊക്കെ ഫുൾ സപ്പോർട്ടും ഫുൾ ഫസ്റ്റ് ആണ് അവർക്ക്. അതാണ്. അപ്പൊ എന്തായാലും വേളം അത് തകൃതിയായി. ഇത്ര കൊല്ലം ഇടവേളം കൊണ്ട് കാര്യമില്ല, ഇറക്കിയ കൊല്ലം മുഴുവൻ ഫസ്റ്റ് പ്രൈസ് മേടിച്ചിട്ടുള്ള ടീമാ. തീർച്ചയായും എന്തായാലും ഇറക്കിയ വർഷങ്ങളൊക്കെ ഫസ്റ്റ് പ്രൈസ് അടിച്ച ടീമാന്ന് പറയുന്നു. സാധാരണക്കാര് പോലും തുള്ളും. പിന്നെയല്ലേ പുലികളല്ലേ, അമ്മാതിരി സൂപ്പർ കൊട്ടാണ്. നമുക്കിപ്പോ ഒരു ചേട്ടനും കൂടി ഉണ്ട്. ചേട്ടാ, ആവേശം എവിടെ എത്തി? അടിപൊളിയാണ്. അവർ പറഞ്ഞ പോലെ ഈ തൃശ്ശൂർക്കാർക്ക് പുലികൾ എന്ന് പറഞ്ഞാലാണ് ഏറ്റവും വലുത്. ഇപ്പൊ നമ്മുടെ സിനിമയിലാണെങ്കിൽ മമ്മൂട്ടി പുലിയ, ലാലേട്ടൻ പുലിയ എന്നൊക്കെ പറഞ്ഞ പോലെ പുലിക്കളിയിലെ ഏറ്റവും വലിയ പുലികളാണ് കുട്ടംകുളങ്ങര. ആ കുട്ടംകുളങ്ങരക്കാർ ഇറങ്ങിക്കഴിഞ്ഞാൽ ഇറങ്ങിയ എല്ലാ വർഷവും കുട്ടംകുളങ്ങരക്കാണ് അൺബീറ്റബിൾ ചാമ്പ്യൻസ് ആണ്. അപ്പൊ നമുക്കൊരു സംശയമില്ല നമ്മൾ തന്നെ കപ്പടിക്കുന്നുള്ളത്. അതാണ്. എന്തായാലും കപ്പടിക്കുന്ന കാര്യത്തിൽ സംശയം ഇല്ലാന്ന് പറയുന്നു. അങ്ങനെ ആവട്ടെ. എന്തായാലും തൃശ്ശൂർ അത് ഫുൾ ഓൺ ആണ്, അക്കാര്യത്തിൽ സംശയമില്ല. നമ്മൾ ചെണ്ട ചേട്ടന്മാരുടെ വിശേഷങ്ങൾ കേട്ടു. ഇനിയും ഒരുപാട് വിശേഷങ്ങൾ നമുക്ക് പോവേണ്ടതുണ്ട്. തൃശ്ശൂരിൽ നിന്നും ബാക്കിലോട്ട് പാറയ്ക്കൊപ്പം ഭവ്യ പാർവതി, ന്യൂസ് 18. അതാണ് അയ്യന്തോൾ ദേശത്തിനൊപ്പം നമ്മൾ തുടരുകയാണ്. നമുക്ക് ഒരുപാട് വിശേഷങ്ങളുണ്ട്. അയ്യന്തോൾ ദേശത്തിൽ ഒരു പ്രത്യേകത കൂടിയുണ്ട്. അത് മറ്റൊന്നുമല്ല, ഒരു അച്ഛനും ഒരു മകനുമുണ്ട്. അച്ഛൻ പുലിയും മകൻ പുലിയുമാണ്. അച്ഛൻ വീട്ടിൽ പുലിയാണോ? 12 വർഷമായി. വീട്ടില് പുലിയാണോ? വീട്ടില് പുലിയൊന്നുമല്ല, വീട്ടില് പുലിയാണെന്നുള്ള പറയേണ്ട ആരാ? മോനാണല്ലേ. അപ്പം ഈ അച്ഛന്റെ മകനാണ്, മകൻ പുലിയാണ്. അച്ഛൻ വീട്ടില് പുലിയാണോ? അല്ലല്ല, പാവാണ്. ആദ്യമായിട്ടാണോ മകൻ വേഷം കെട്ടണത്? അല്ല, ഞാൻ 4ാമത്തെ കൊല്ലാണ്. ഈ അച്ഛനും കൂടെ അടുത്തേക്ക് വന്നേ. 4ാമത്തെ എല്ലാ വർഷവും അച്ഛൻ വേഷം കെട്ടാറുണ്ടോ? എല്ലാ വർഷവും വേഷാറുണ്ട്. പുലി ആവാറുണ്ട്? പുലി ആവാറുണ്ട്. വീട്ടില് പുലിയാണെന്ന് പറയേണ്ട അമ്മയായിരിക്കും അല്ലേ? ആരും പുലിയല്ല, എല്ലാരും പാവങ്ങളാണ്. ഓക്കെ ചേട്ടാ, ഇപ്പൊ എത്ര നേരം ഇത് എന്ത് പുലിയാണ്? ഇത് വരയം പുലി. പുലി. ഈ മകനാണ്. മകന്റെ പേരെന്താ? പ്രണവ്. പ്രണവ് എന്താ ചെയ്യുന്നത്? ടെക്നീഷ്യനാണ്. അപ്പം പ്രണവ് 4 വർഷമായി. ഈ അച്ഛന്റെ ഒപ്പം വേഷം കെട്ടുന്നില്ല, അല്ലെങ്കിൽ അച്ഛൻ പുലിയാവുമ്പോ മകനും പുലിയാവുന്നുള്ള ഒരു ഇതെന്താണ്? അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ ഞാന് അച്ഛനെ കണ്ടാണ് വളർന്നത്. അപ്പോ അച്ഛന് 18 വയസ്സിൽ ഇട്ട് തുടങ്ങിയതാ. അപ്പൊ അച്ഛനെ കാണുമ്പോ ഇത് ഇടുന്നൊരു ആവേശം, അങ്ങനെ തുടങ്ങിയതാ. ഇഷ്ടമാണ്. ഇഷ്ടമാണ്. ഈ മകൻ ഇപ്പം പുലിയാവുകയാണ്, അപ്പൊ അച്ഛൻ എന്താ തോന്നണേ? സന്തോഷമാണ്. അതായത് അവന്റെ കുറെ ആഗ്രഹമായിരുന്നു പുലിവേഷം ഇടുന്നു ചെറുപ്പം മുതലേ. അങ്ങനെ ഒരു 19 വയസ്സിൽ അവനെ പുലിവേഷം ഇട്ടു ഫസ്റ്റില്. എനിക്ക് തോന്നുന്നു അയ്യന്തോൾ ദേശത്തിൽ ഒരു അച്ഛൻ പുലിയും മകൻ പുലിയും നിങ്ങൾ മാത്രമായിരിക്കും. വേറെ പുലി അച്ഛൻ മോനില്ലാന്ന് തോന്നുന്നുണ്ട് ഇവിടെ. അച്ഛന്റെ പേരെന്താ? എന്റെ പേര് ഷാജു. അച്ഛൻ എത്ര വർഷമായി പുലിവേഷം കേട്ടു? ഞാനൊരു 12ാമത്തെ വർഷമാണ് ഇപ്പോ. 12 വർഷമായി. ഇതൊരു ആവേശം തോന്നില്ലേ നിങ്ങൾക്ക്? തീർച്ചയായും ആവേശമാണ്. തൃശ്ശൂരത്തിന്റെ ഈ തൃശ്ശൂരം പോലെ തന്നെ ഈ പുലിക്കളി എന്ന് പറഞ്ഞത് ഈ 2 ആഘോഷമാണ് തൃശ്ശൂർക്കാർക്ക്. പക്ഷെ ഈ അയ്യന്തോൾ ദേശത്തിൽ നമ്മള് എന്തായാലും പൊളിക്കും, കപ്പടിക്കും. ഞാൻ ഏത് കൊല്ലം ഏത് വേഷം ഇട്ടാലും അല്ല എവിടെ കളിച്ചാലും കപ്പുറപ്പാ. കഴിഞ്ഞ വർഷം പ്രളയമായിട്ട് വയനാട് പ്രശ്നം വന്നില്ലേ, അതിനുശേഷം ഇവര് ഇവിടുന്ന് പിന്മാറിയ ശേഷം ഞങ്ങൾക്ക് വേഷം കിട്ടിയത് പിന്നെ ഇവിടെയാ മറ്റേ വിയൂരിന് വേഷം കിട്ടിയത്. അബദ്ധമാര് തന്നെ നിങ്ങൾ പോലെ ആൾക്കാർ 10 പേര് വന്ന് ചോദിച്ചിട്ടുണ്ട് ഈ പ്രാവശ്യം നിങ്ങൾ ഫസ്റ്റ് അടിക്കാൻ ചോദിച്ചു. അപ്പൊ ഞാൻ അവരോട് പറഞ്ഞ ആൾക്കാർ ഇപ്പോഴും പറയുന്നത് ഫസ്റ്റ് അടിച്ചിരിക്കും. ഞങ്ങളുടെ അയ്യന്തോളാണ് ഇപ്പൊ ഞങ്ങളുടെ ഞങ്ങൾ എന്തായാലും എല്ലാ കപ്പും നമ്മള് തീർച്ചയായിട്ടും മേടിച്ചിരിക്കും. അത് കളിച്ച് മേടിച്ചിരിക്കും. ഇപ്പം അച്ഛൻ പറയുന്നത് അച്ഛൻ എവിടെ നിന്നാലും കപ്പടിക്കുന്നത് അങ്ങനെയാണോ? അതെ. അപ്പൊ യെസ്, നമുക്ക് എന്തായാലും ഒരുപാട് വിശേഷങ്ങളുണ്ട്. ഈ അയ്യന്തോൾ ദേശത്ത് നിന്ന് ഇവിടെ ഒരുപാട് വെറൈറ്റി പുലികളുണ്ട്. ഒരു വെള്ളപ്പുലിണ്ട്, അത് ഞാൻ എവിടെ കണ്ടുവച്ചിരുന്നു. പക്ഷെ ഇപ്പൊ എവിടെയെങ്കിലും ഒന്ന് മുങ്ങിയിട്ടുണ്ട്. എനിക്കൊന്ന് പുലി ഭക്ഷണം കഴിക്കാൻ പോയതാണെന്ന്. എന്തായാലും പുലി വരുമ്പോൾ നമുക്ക് ആ വെള്ളപ്പുലിയിലേക്ക് പോകണം. അതിന് മുൻപ് നവമി അവിടെ എന്താണ്? ബബി, അങ്ങനെ ഇവിടെ ഒരുക്കങ്ങളൊക്കെ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. കൂടുതൽ പുലികൾ എത്തിയിട്ടുണ്ട്. മന്ത്രി കെ രാജൻ ചില പുലികൾക്ക് ചെറിയ ഒരു വരയൊക്കെ കൊടുത്ത ശേഷം അദ്ദേഹം ഇവിടെ നിന്ന് മടങ്ങി. ഇപ്പൊ നമ്മൾ കാണുന്നത് ഈ പുലികളുടെ വേഷത്തെ കുറിച്ചാണ്. മുഖംമൂടിയൊക്കെ കണ്ട എന്താ ഭംഗി നോക്ക്. ചേട്ടാ, എങ്ങനെയുണ്ട് ഇത്തവണത്തെ? ഈ കൊല്ലം അടിച്ചു പൊളിക്കില്ലേ? പുലികൾ അടിച്ചു പൊളിക്കുക. ഈ കൊല്ലം അടിച്ചു പൊളിക്കാനായിട്ട് തയ്യാറായിട്ട് നിൽക്കുന്നതല്ലേ? ഓക്കെ, ഇറങ്ങിയാ മതി. ഇത് വേഷം തുടങ്ങാൻ പോണല്ലോ, ഡ്രസ് അയച്ചിട്ട് തുടങ്ങാൻ പോണല്ലോ. എത്ര വർഷമായി? ഞാൻ ഒരു 10 വർഷമായി. 10 വർഷമായി. ഇപ്പൊ ഓരോ വർഷവും ഇത് കഴിഞ്ഞ് മടങ്ങുമ്പോൾ അടുത്ത വർഷത്തേക്ക് വരാനുള്ള പ്രചോദനം എന്താണ്? അത് എന്താണ്, നമ്മുടെ ഒരു ജീവിതമാർഗമായിട്ട് നമ്മളൊക്കെ നോക്കി നടക്കണു. പിന്നെ തൃശ്ശൂരിന്റെ വിലയും കളയാൻ പാടില്ലേ?
തൃശ്ശൂരിന്റെ അഭിമാനമാണ് പുലിക്കളി പൂരം, തൃശ്ശൂർ പൂരം. അതെ അതെ. അപ്പൊ നമുക്ക് ഭവ്യ ഇത്തവണത്തെ ഈ മുഖംമൂടിയുടെ ഓരോ പ്രത്യേകത കൂടി ഒന്ന് ചോദിച്ച് അറിയാം കേട്ടോ. എന്ത് ഫിനിഷിംഗ് ആണെന്നറിയോ, എന്ത് ഗ്ലേസിംഗ് ആണെന്നറിയോ ഇതൊക്കെ വെച്ച് ഇറങ്ങുമ്പോഴല്ലേ എന്ത് ഭംഗിയായിരിക്കും, നമുക്കിത് കാണുമ്പോൾ തന്നെ അറിയാൻ സാധിക്കും. ഇതിന്റെ ഈ പെയിന്റിന് ഇത്തവണ ഒരു പ്രത്യേകത കൂടിയുണ്ട് ചേട്ടാ. ഈ പെയിന്റിന്റെ പെയിന്റ് ഇപ്രാവശ്യം മെറ്റാലിക് ഉപയോഗിച്ചിട്ടുണ്ട്. 3 മെറ്റാലിക് നമ്മൾ സ്പ്രേ ഗണ്ണിൽ അടിക്കുന്നത്. അത് കാരണം ഞാൻ ഇട്ടിട്ടില്ലേ, കുറച്ചേരം കഴിഞ്ഞ് സ്പ്രേ ഗണ്ണിൽ അടിക്കും. അങ്ങനെ പിന്നെ ഇത് ക്ലിയർ ഒക്കെ ചെയ്ത് അത്രയും മത്സരാടിസ്ഥാനമാണല്ലോ, അപ്പൊ അത്രയും ക്ലിയർ ആയിട്ട് ചെയ്തിട്ടുണ്ട്. ഇതിന് കൂടാതെ പുലി പാതുകം, പുലി ഗ്ലൗസ്, അതുപോലെ കൈ ഇങ്ങനെ നീർത്തി കഴിഞ്ഞാൽ നഖം വരും. പിന്നെ വാല്, 51 പുലിക്കും വാല്, ഒരു പൂർണ്ണ രൂപം, പുലിയുടെ പൂർണ്ണ രൂപം. അതാണ് ഇപ്രാവശ്യം നമ്മൾ യുവജന സംഘം വിയ്യൂര് തൃശ്ശൂർക്കായിട്ട് ഇറക്കണത്. അതിനിടയിൽ ഒരു കാര്യം ചെയ്യട്ടെ, ഈ ഷർട്ട് ഇതെങ്ങനെയാ ഈ പുലി ഇത് കഴിഞ്ഞ വേഷം കെട്ടിയത്? അതാണ് ഞാനേ നമ്മുടെ ക്യാമറമാൻ ധനേഷ് ചേട്ടനോട് പറയായിരുന്നു, ഈ ഷർട്ട് എവിടെ നിന്നാന്ന് ചോദിക്കുന്നതാണെങ്കിൽ എനിക്ക് ഇതുപോലത്തെ ഒരെണ്ണം മേടിക്കാനായിരുന്നു. ഇതിപ്പോ കഴിഞ്ഞ വേഷം കെട്ടിയതാണ്. ഈ കൊല്ലം നമ്മൾ മെറ്റാലിക് ഉണ്ട്, അതിൽ 3 കളറാണ്, നീല, ഒരു കിളിപ്പച്ച, അങ്ങനെ 3 എണ്ണം. അത് നമ്മൾ സ്പ്രേ ഗണ്ണിൽ അടിക്കുന്നത്. തൃശ്ശൂർ പുലിക്കളിയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് നമ്മൾ അത്രയും തിളക്കുള്ള കളർ അടിക്കണത്. ബാക്കിയൊക്കെ ഇങ്ങനെ ഈ പെയിന്റ് അമ്മയും അരച്ചിട്ടുള്ള പെയിന്റാണ്. അപ്പൊ നമ്മൾ പരീക്ഷണം നോക്കി ഒരു ദിവസം പോവെന്നുള്ളത്, പോണല്ലോ മേത്തുന്നത്. അപ്പൊ നമ്മളത് ഡീസലിട്ട് കഴുകുമ്പോൾ പോകുന്നുണ്ട്. മണ്ണെണ്ണ ഉപയോഗിക്കുക, ഡീസലിട്ട് കഴുകുമ്പോൾ പോകുന്നുണ്ട്. അപ്പൊ ഈ പ്രാവശ്യം അത് നമ്മളൊരു പരീക്ഷ 3 എണ്ണം 17 കളറുകളുണ്ട്. പിന്നെ വരയൻ, പുള്ളി, സിംഹം, ഒരു സിംഹം, അങ്ങനെ പിന്നെ കരിമ്പുലി 2 എണ്ണം, വെള്ളക്കടുവ, വെള്ളപ്പുള്ളി, അങ്ങനെ ഒട്ടനവധി വെറൈറ്റികളുണ്ട്. അങ്ങനെ ഒരുപാട് വെറൈറ്റികളുമായിട്ടാണ് എല്ലാ തവണത്തെ പോലെ ഇത്തവണയും വിയൂര് നഗരത്തിലേക്ക് ഇറങ്ങി ആളുകളെ വിറപ്പിക്കാൻ ഒരുങ്ങുന്നത്. ഭവ്യ, അതാണിപ്പോൾ വിയൂരിലെ വിശേഷങ്ങൾ. എന്തായാലും ഉച്ചയോടുകൂടിയായിരിക്കും ഇവരുടെ ദേഹത്തുള്ള ഈ ചമയങ്ങളെല്ലാം പൂർത്തിയാക്കി പൂർണ്ണമായും ഇവർക്ക് പുറത്തേക്ക് ഇറങ്ങുന്ന ഒരു രൂപത്തിലേക്ക് എത്തുക. ഒപ്പം ഇവരുടെ ഗ്ലൗസ്, മാസ്ക്, അങ്ങനെ എല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി പുലികൾ അങ്ങോട്ട് ഇറങ്ങിയാൽ മതിയാകും. അതാണ് അവിടെ എന്തായാലും പുലികൾ ഇറങ്ങാൻ തയ്യാറാകുമ്പോ ഇവിടെ ഏതാ ഞങ്ങളുടെ പുലികൾ ഭക്ഷണം കഴിക്കുകയാണ്. ചേട്ടാ, ഈ പുലി ഇഡ്ഡലി കഴിക്കുവോ? എല്ലാം കഴിക്കും. അല്ല, ഇവിടുത്തെ പുലിയൊക്കെ വെജിറ്റേറിയൻ ആണോ? അങ്ങനൊന്നുമില്ല, കിട്ടിയതൊക്കെ കഴിയും. ഇത് ഇഡ്ഡലിയാണല്ലേ? ഇഡ്ഡലി സാമ്പാർ. പുലിയൊക്കെ ഇഡ്ഡലി കഴിക്കാറില്ല. പിന്നെ നിങ്ങളുടെ അവിടെ ഇവിടെ എല്ലാം കഴിക്കും. എല്ലാം കഴിക്കുന്ന പുലിയാണ്. ഇവിടെ എന്തായാലും ഇഡ്ഡലി കഴിക്കുന്ന തിരക്കാണ് നമ്മുടെ പുലിച്ചേട്ടന്മാരെല്ലാം. ചേട്ടാ, ഇനി ഒരുപാട് ഒരുക്കം ഉണ്ട് അല്ലേ? ഉണ്ട്, ഇനിയുണ്ട്. ഇത് പകുതിയായിട്ടുള്ളൂ. പകുതി പോലും ആയിട്ടില്ല, ഫിഗർ മാത്രമേ വന്നിട്ടുള്ളൂ. ഇനി ബാക്കിയുള്ള വരകളും ഇനിയുണ്ട്. പുള്ളി കുത്താനും സൈഡൊക്കെ ഉണ്ട്. കുറെ സമയം എടുക്കും. കുറച്ച് സമയം എടുക്കും. ഏകദേശം 4 മണിയാവും കഴിയുമ്പോ. 4 മണിയോട് കൂടിയിട്ട് കഴിയുള്ളൂ. ഒരു 2 മണി 3 മണി ആ ടൈമില്. ഇനി ബാക്കിയുള്ള ഒരുക്കൊക്കെ എപ്പോഴത്തേക്കായിരിക്കും? ഒരു 3 മണി 4 മണി ആകുമ്പോൾ ഫിനിഷിംഗ് ആവും. ഈ പുലി എത്ര ഇഡ്ഡലി കഴിക്കും? എത്ര കഴിക്കണം? ഒരു 10 പോവോ? 10 ഇഡ്ഡലി കഴിച്ചാ ഒന്നുമില്ല. കഴിക്കും. എല്ലാ ദിവസവും കഴിക്കും? ഇങ്ങനെ എല്ലാ ദിവസവും കഴിക്കാൻ ചില ദിവസങ്ങളിൽ. ഈ വയർ മെയിൻറ്റെയിൻ ചെയ്യുന്നതിന്റെ ഭാഗമാണോ ഇഡ്ഡലി? അല്ല, ഒരിക്കലും അല്ല, വിശപ്പിന്റെ ഭാഗം. ഈ പുലി എത്ര കഴിക്കും? ഇത് കരടിപ്പുലി അല്ലേ? അല്ല, കറുത്ത പുലിയാണോ? കരിമ്പുലി എത്ര ഇഡ്ഡലി കഴിക്കും? എന്റെ വിശപ്പിനനുസരിച്ച് കഴിക്കും. ഇന്ന് എത്ര വിശപ്പുണ്ട്? ഇത് ഭയങ്കര വിശപ്പാണ്. വിശപ്പുണ്ട്. കാരണം ഇന്ന് നിങ്ങൾക്ക് എനർജി വേണല്ലോ അല്ലേ? നന്നായിട്ട് വൈകുന്നേരം തൃശ്ശൂർ നമുക്ക് ഇറക്കണ്ടേ? ഇത്തവണ ചേട്ടാ, നമ്മൾ കേട്ടിട്ടുണ്ടായിരുന്നു നമ്മുടെ ഈ കേന്ദ്രമന്ത്രി നിങ്ങളുടെ സുരേഷ് ചേട്ടൻ അല്ലെ, സുരേഷ് ഗോപി, നിങ്ങളുടെ MP, അദ്ദേഹം ഒരു 3 ലക്ഷത്തോളം രൂപ സഹായം നൽകുന്നുണ്ട് ഈ പുലിക്കളി സംഘങ്ങൾക്ക്. അത് നിങ്ങൾക്ക് ഭയങ്കര ഉപകാരമാണോ? എന്താ നിങ്ങൾക്ക് തോന്നുന്നത്? ഉപകാരമാണ്, സഹായമാണ്. തീർച്ചയായിട്ടും. അപ്പൊ ഇപ്പൊ മിക്കവാറും ഇവരെന്നോട് പറയുന്നു, ഒന്ന് ഇറങ്ങി പോയിരുന്നെങ്കിൽ ഞങ്ങൾക്കൊന്ന് മര്യാദയ്ക്ക് കഴിക്കായിരുന്നു എന്നുള്ള അവസ്ഥയാണെന്ന് തോന്നുന്നു നമ്മള് പുലിച്ചേട്ടന്മാരൊക്കെ. അപ്പൊ എന്തായാലും ഇവിടെ ഫുൾ കളറാണ്, ഫുൾ വൈബാണ്. എല്ലാവരും ഇതാ ഒരുക്കത്തിന്റെ തിരക്കിലാണ്. അതിന്റെ ഇടയ്ക്ക് നമ്മുടെ പുലിച്ചേട്ടന്മാരൊക്കെ ഭക്ഷണം കഴിക്കുന്ന തിരക്കാണ്. അവർക്ക് ആ ഭക്ഷണം കഴിച്ചതിന് ശേഷം വേണം ബാക്കി ഒരുങ്ങാൻ. ചേട്ടാ, പേരെന്താ? ഇഡ്ഡലി കഴിച്ചോ? ഇഡ്ഡലി കഴിക്കുന്ന പുലികളാണ് എല്ലാരും. കഴിക്കും. എന്ത് സാധനം തിരിച്ചു കഴിക്കാത്ത എന്ത് വേണമെങ്കിൽ എന്തും കഴിക്കും. പാവ പുലികളാണ് എല്ലാവരും. വൈബ് പുലികളാണ്. ഇറങ്ങണം നമുക്ക് വൈകുന്നേരം. പൊളിക്കാം. 2:30 ഇറങ്ങും. ചേട്ടന്റെ പേരെന്താ? ജസ്റ്റിൻ. ചേട്ടൻ എത്ര വർഷമായി? ഇപ്പൊ തുടങ്ങിയ കാലം തൊട്ട് ഇവിടെ ഉണ്ട്. കുറെ വർഷമായിട്ട് പുലിവേഷം 23 കൊല്ലമായി പുലികളി വേഷം. എന്താണ് പ്രതീക്ഷ? ഇന്ന് നമ്മള് കപ്പടിക്കുവോ? കപ്പടിക്കണം. കഴിഞ്ഞ കൊല്ലം ഇറങ്ങാത്ത കാരണം ഈ കൊല്ലം ഇറങ്ങി കപ്പടിക്കണം. ഇതെന്ത് പുലിയാ ചേട്ടാ? ഇത് പുള്ളിപ്പുലിയായിരിക്കും. എല്ലാ വർഷവും പുള്ളിപ്പുലിനെയാണ്? അല്ല, കഴിഞ്ഞ വർഷം വെള്ളപ്പുലിയായിരുന്നു, അതിന് 9 വർഷം പച്ചപ്പുലിയായിരുന്നു, അതിന് 9 വർഷം
കറുത്ത പുലിയായിരുന്നു. ശരി. ഈ വർഷം ഇനി പുള്ളിയൊക്കെ ഇതിന്റെ മോള് കുത്താനുണ്ട്. അത് കഴിഞ്ഞിട്ടില്ല, ഒരു വർഷം കഴിഞ്ഞിട്ടില്ല. ഇനി കരച്ച് കഴിഞ്ഞിട്ട് അതുപോലെ പുള്ളിയൊക്കെ കുത്തി പുള്ളി കുത്തും. ഒരു ചെറിയ സ്റ്റെപ്പ് വെച്ചാലോ? അയ്യോ, സ്റ്റെപ്പ് എങ്ങനെ? ചുമ്മാ ഒരു സ്റ്റെപ്പ്. ഒരാളൊറ്റയ്ക്ക് കമ്പനി വെച്ചാ വാ. ഇതാ വെള്ളപ്പുലി വരുന്നുണ്ട്. വെള്ളപ്പുലിന്റെ പേരെന്താ? എന്റെ പേര് ആന്റണി. ഞാൻ കുറെ നേരം വെള്ളപ്പുലി തപ്പി നടക്കുന്നു. ഞാനിവിടെ ഉണ്ട്. ഇഡ്ഡലി കഴിക്കാൻ പോയതാണ്. ഇഡ്ഡലി കഴിക്കാൻ പോയതാ. ചേട്ടാ, ഇതെന്താ ഒരു വെറൈറ്റി ആണ്? വെറൈറ്റി വെള്ളയും ബ്ലാക്കൊക്കെ വെറൈറ്റി തന്നെയാണ്. അല്ല പല സംഭവം എല്ലാ പറയുന്നതും വെറൈറ്റി തന്നെയാണ്. എന്നാലും പ്രത്യേകത വെള്ളക്ക് നോക്കാം. നമുക്കൊരു ചെറിയൊരു 2 സ്റ്റെപ്പ് വെച്ചാലോ? എന്താ 4 സ്റ്റെപ്പ് വേണം. 4 സ്റ്റെപ്പ് എന്നാ പെട്ടെന്നായിക്കോട്ടെ. അടിപൊളി. ഐ നൈസ്. ഇതാണ് പുലിക്കളി. അതാണ്. ചേട്ടാ നല്ല ചിരിയാണല്ലോ. ഓക്കെ ചേട്ടാ. ഓക്കെ. ഒരുപാട് സന്തോഷം. അപ്പൊ നമുക്ക് വൈകുന്നേരം പൊളിക്കും. അതാണ്. അപ്പൊ നമ്മള് നേരത്തെ മിസ്സായി പോയ വെള്ളപ്പുലിയെ കണ്ടിട്ടുണ്ട്. എന്തായാലും ഇവിടെ മൊത്തം ഇത്തരത്തിൽ കളറാണ്. നമുക്ക് എന്തായാലും ഇനി നമുക്ക് പോവേണ്ടത് നമ്മുടെ മോർണിംഗ് ഷോയുടെ എപ്പോഴുള്ള വൈബ് സെഗ്മെന്റിലേക്ക് തന്നെയാണ്. എല്ലാവരും പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട സെഗ്മെന്റിലേക്ക് തന്നെയാണ്. ഇന്ന് ഒരുപാട് പേരുടെ വിശേഷ ദിവസമാണ്. അപ്പം ഇന്ന് വിശേഷ ദിവസം ആഘോഷിക്കുന്ന എല്ലാവർക്കും ഈ അയ്യന്തോൾ പുലിമടയിൽ നിന്ന് ന്യൂസ് 8ന്റെ ആശംസകൾ നേരുകയാണ്. കഴിഞ്ഞ ദിവസം വിവാഹിതരായ സായി ലാൽ ശ്രീലക്ഷ്മി ദമ്പതികൾക്ക് ആശംസകൾ അറിയിക്കുകയാണ് മാതാപിതാക്കളും ബന്ധുക്കളും സുഹൃത്തുക്കളും. ബാംഗ്ലൂർ മലയാളം സമാജം ഈസ്റ്റ് സോൺ ചെയർമാൻ ബിനുവിന്റെയും റാണിയുടെയും മകനാണ് അഭിഭാഷകനായ സായി ലാൽ. ഗോവയിൽ കഴിയുന്ന ശശി പാച്ചൻ സുരന്ത ദമ്പതികളുടെ മകളാണ് ശ്രീലക്ഷ്മി. ആലപ്പുഴയിലായിരുന്നു വിവാഹ ചടങ്ങ്. ഇരുവർക്കും ന്യൂസ് 18 കേരളത്തിന്റെ ഹൃദ്യമായ വിവാഹാശംസകൾ. ന്യൂസ് 18 ക്യാമറാമാൻ അരുണിന്റെ 1ാം വിവാഹ വാർഷികമാണ്. അരുണിനും നിത്യയ്ക്കും ആശംസകൾ. അരുൺ, ഹാപ്പി വെഡിങ് ആനിവേഴ്സറി. ഒരുപാട് കാലം ഇങ്ങനെ സന്തോഷത്തോടു കൂടി ഭാര്യയ്ക്കൊപ്പം ജീവിക്കുക. ഒരു സർപ്രൈസ് കൂടിയുണ്ട്. അരുണിന്റെ ഭാര്യ പ്രഗ്നന്റ് ആണ്. അപ്പം അരുണിനും നിത്യയ്ക്കും ആശംസകൾ. പള്ളിപ്പുറം സ്വദേശികളായ ബിജുവിന്റെയും രാജിയുടെയും 14ാമത് വെഡിംഗ് ആനിവേഴ്സറിയാണ്. ഭർത്താവ് ബിജുവിന് ആശംസകൾ അറിയിക്കുന്നത് ഭാര്യ രാജിയാണ്. അപ്പൊ ഇരുവർക്കും ന്യൂസ് 18ന്റെയും ഒപ്പം എന്റെയും ഇവിടുന്ന് കുറെ പുലികളുടെയും വിവാഹാശംസകൾ. ഒരിക്കൽ കൂടി എല്ലാ പ്രേക്ഷകർക്കും ഞങ്ങൾ പുലി ആശംസകൾ നേരുകയാണ്. ഈ പുലിക്കൂട്ടത്തിനൊപ്പമാണുള്ളത്. അപ്പോൾ നമ്മൾ ഇവിടുത്തെ പുലി വിശേഷങ്ങൾ അവസാനിക്കുന്നില്ല. പുലികൾ ഇറങ്ങാൻ പോകുന്നതേയുള്ളൂ. മൊത്തം എന്തായാലും ന്യൂസ് 18ൽ നിന്ന് പുലി വിശേഷമായിരിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല. എന്തായാലും നമുക്ക് ഒരു ഇടവേള എടുക്കേണ്ട ആവശ്യമുണ്ട്. ഇടവേളയ്ക്ക് ശേഷം പോലീസ് പെട്രോൾ കാണാം. പിന്നെ അതിനുശേഷം വീണ്ടും പുലി വിശേഷത്തിലേക്ക് വരാം. ടാറ്റാ, ബൈ ബൈ.